ജ്ഞാനം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്, വിജ്ഞാനം പുറത്തു നിന്ന് കിട്ടുന്നതാണ്. സ്കൂളിൽ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ്, സത്രസമിതിയിൽ ഇരുന്ന് ഇത് കേൾക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ്. കാരണം പരീക്ഷയ്ക്ക് ജയിച്ച പലരും ജീവിതത്തിൽ തോറ്റുപോയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് തോറ്റ പലരും ജീവിതത്തിൽ ജയിച്ചിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമല്ല. ഇതിനെയൊക്കെ നമ്മൾ ചെറുതായി കണ്ടാൽ നമ്മൾ ചെറുതാവും. ഇതിനെയൊക്കെ വലുതായി കണ്ടാൽ വലിയ കാര്യങ്ങൾ ഗുരുവും ഈശ്വരനും നമുക്ക് പകർന്നു തരും. ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച ഗുരുവായൂർ, ബൃഹസ്പതിയും വായുദേവനും കൂടി പ്രതിഷ്ഠിച്ച ഗുരുവായൂരപ്പൻ, ദേവന്മാരിൽ മഹാദേവൻ. ദേവലോകത്ത് എന്ത് വിഷമം വന്നാലും ഓടി ബ്രഹ്മദേവൻ്റെ അടുക്കൽ ചെല്ലും ദേവന്മാർ. ബ്രഹ്മദേവൻ പറയും എനിക്ക് പറ്റില്ല, നമുക്ക് മഹാദേവൻ്റെ അടുക്കൽ ചെല്ലാം. കൈലാസത്തിൽ ചെന്നത് പറയുമ്പോൾ നമുക്ക് വൈകുണ്ഠത്തിൽ പോയി പറയാം, പാർവതി ദേവി തയ്യാറാവൂ, ഗണപതി സുബ്രഹ്മണ്യ തയ്യാറാവൂ, നമുക്കെല്ലാവർക്കും കൂടി പോകാം. അങ്ങനെ ബ്രഹ്മദേവനും മഹാദേവനും ദേവേന്ദ്രൻ, അഗ്നിദേവൻ, യമധർമ്മൻ, നിരുതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ, അഷ്ടദിക്പാലകന്മാർ. കൊടിമര ചുവട്ടിൽ ഇവർ 8 പേരും ഇരിപ്പുണ്ട്. അകത്ത് ചെല്ലുമ്പോൾ സപ്തമാതാക്കൾ ബ്രാഹ്മി, വൈഷ്ണവി, മാഹേശ്വരി, കൗമാരി, ചാമുണ്ടി, വാരാഹി, ഇന്ദ്രാണി, ഇവരെല്ലാം ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലം സാക്ഷാൽ വൈകുണ്ഠം, ഭൂലോക വൈകുണ്ഠം, നമ്മുടെ ഗുരുവായൂർ. ആ ഗുരുവായൂരപ്പൻ്റെയും കൈലാസത്തിലെ മഹാദേവൻ്റെയും വൈകുണ്ഠത്തിൻ്റെയും കൈലാസത്തിൻ്റെയും മധ്യത്ത് സത്രത്തിലെ 41ാമത്തെ സത്രം നടക്കുന്നു എന്നത് പണ്ടേ തീരുമാനിച്ച് അവർ രണ്ടും കൂടി വെച്ചതാണ്. സിനിമാ സംവിധായകന് സിനിമ എങ്ങനെ പൂർത്തീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാണികൾക്കാണ് സംശയം. മാളികപ്പുറത്തമ്മയിലെ അയ്യപ്പൻ തന്നെയാണോ അതോ പോലീസ് ഉദ്യോഗസ്ഥനാണോ, ഇതെങ്ങനെ പൂർത്തീകരിക്കും? നമ്മളതൊക്കെ വളരെ ടെൻഷനോട് കൂടി ഇരുന്ന് കണ്ടതാണ്. റിലീസായ ദിവസമേ ഉള്ളൂ ഈ ടെൻഷൻ. കഥ പറഞ്ഞാൽ പോയി. അതുകൊണ്ടാണ് ഈ ശേഷം ഭാഗം സ്ക്രീനിൽ എന്ന് പണ്ടേ പറയുന്നത്. അത് പോയി കണ്ടാലേ നമുക്ക് മനസ്സിലാവൂ, ഇത് അനുഭവിച്ചാലേ മനസ്സിലാവൂ. മാതാവിൻ്റെ ഉദരത്തിൽ കിടക്കുമ്പോഴേ ധാതാവിൻ്റെ നിയോഗം അതിനന്തരം വരില്ല എന്ന് ഭാഗവതം. 2024 ഡിസംബർ മാസം 20-ാം തീയതി ജോലിക്ക് തൃശ്ശൂരിൽ പ്രവേശിച്ച ഒരാൾ എന്ന് റിട്ടയർ ആകുമെന്ന് കയറുമ്പോൾ തന്നെ അറിയില്ലേ. 55 വയസ്സാണ് സർവീസ് പീരീഡെങ്കിൽ ഇന്ന് ജോലിക്ക് കയറി 55 വർഷം. 55, 65, 75, 4, 79. 2079 ഡിസംബർ മാസം 19-ാം തീയതി വൈകിട്ട് 5 മണിക്ക് അദ്ദേഹം ഇറങ്ങണമെന്ന് കയറുമ്പോഴേ അറിയാം. അപ്പോൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴേ, പ്രസവ ടൈം വേറെയാണ്, ജനന സമയവും പ്രസവ സമയവും രണ്ടാണ്. നമ്മൾ പ്രസവ സമയത്തെ ജനന സമയമായി കാണുന്നവരാണ്. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ തന്നെ ഈ ആൾ എങ്ങനെ, എന്ന്, എപ്പോൾ റിട്ടയർ ആകും, ഇയാളുടെ സർവീസ് എങ്ങനെയാണ്, നല്ല സർവീസാണെങ്കിൽ ഗുഡ് എൻട്രി, മോശമാണെങ്കിൽ സസ്പെൻഷൻ, അതിലും പഠിക്കുന്നില്ലെങ്കിൽ ഡിസ്മിസ്, ഇല്ലെങ്കിൽ VRS വാങ്ങി പോകാൻ പറയുക. ഇതേപോലെ മനുഷ്യൻ ഇതൊന്നും അറിയാതെ ജീവിക്കുന്നു. 3 നേരത്തിന് 6 നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി മതിമറന്ന് മദാലസമായി ജീവിതം നയിച്ച് പ്രകൃതി നിയമങ്ങൾ മുഴുവൻ തെറ്റിച്ച് ജീവിക്കുന്ന ലോകത്തിലെ ഏക ജീവി മനുഷ്യനാണ് എന്ന് മനുഷ്യരായ നമ്മൾ പറയുമ്പോൾ മറ്റ് മൃഗങ്ങൾ, ഭഗവാന്റെ കൂടെ നിൽക്കുന്ന പശുവും ഈ ഭഗവാന്റെ കൂടെ നിൽക്കുന്ന കാളയും മക്കളുടെ കൂടെ നിൽക്കുന്ന എലിയും മയിലും അച്ഛൻ്റെ ആഭരണമായ പാമ്പുമൊക്കെ ചിരിക്കും മനുഷ്യനെ നോക്കി. അവർ പ്രകൃതി നിയമം തെറ്റിക്കാറില്ല. അതുകൊണ്ടല്ലേ എല്ലാ ഈശ്വരന്മാരും മനുഷ്യന്മാരെ കൂട്ടാതെ മൃഗങ്ങളെയും പക്ഷികളെയും കൂട്ടിയത്. അയ്യപ്പസ്വാമിയുടെ വാഹനം നിങ്ങൾ പറയൂ. രാമനാരി സാർ ഇരിപ്പുണ്ട്, PR ഇരിപ്പുണ്ട്. അയ്യപ്പസ്വാമിയുടെ വാഹനം, സദസ്സിനോടാണ് ചോദ്യം. അയ്യപ്പസ്വാമിയുടെ വാഹനമോ? എന്തെങ്കിലും അഭിപ്രായം വേറെ ഉണ്ടോ? എന്തെങ്കിലും അഭിപ്രായം? ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരി വിമർദ്ദനം നിത്യനർത്തനം
ഹരിഹരാത്മജം ദേവമാശ്രേ. പാടി ഇങ്ങനെ വരുമ്പോൾ കളമൃജസ്മിത സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജീവാഹനം ഹരിഹരാത്മജോ ദേവമാശ്രേ. കുതിരയാണ്. ഇതാ അയ്യപ്പ സത്രത്തിൽ നമ്മൾ ആലുവ ചെമ്പോല കളരിയിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, പിന്നെ പുലിവാഹനനെ എന്ന് വിളിച്ചതോ? പുലി വഹിച്ചു കൊണ്ടുവന്നവനെ. പുലി വഹിച്ചുകൊണ്ട് വന്നവനെ എന്നാണ് അർത്ഥം. നിങ്ങൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒരു കടങ്കഥ പോലെ ചർച്ച ചെയ്യുന്ന കാലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പുലിവാഹനനെ ശരണമയ്യപ്പ, പുലി വഹിച്ചുകൊണ്ട് വന്നവനെ ശരണമയ്യപ്പ. ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനിലും ഇല്ലാത്ത കൊട്ടാരം വൈദ്യത്തിൻ്റെ കള്ളത്തരത്തിൽ വശംവതയായ അമ്മ, വളർത്തമ്മ, വയറുവേദന മാറാൻ പുലിപ്പാലാണെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എടുക്കാൻ പോയാൽ തിരിച്ചു വരില്ല എന്ന വിശ്വാസത്തിൽ അത് പറയുകയും ദേവേന്ദ്രൻ വലിയ പുലിയായി മാറുകയും മറ്റു പുലികളുടെ അകമ്പടിയോടെ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ നാട്ടുകാർ പേടിച്ചു വിളിച്ചതാണ് സ്വാമിയേ ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്രം. 9 അക്ഷരമാണ് സ്വാമിയേ ശരണമയ്യപ്പ. മഹാദേവൻ ദേവിയോട് ചോദിച്ചു വാങ്ങിയ നവാക്ഷരി മന്ത്രം ദേവി ഭാഗവതത്തിൽ പറയും. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ നമ. അതിൽ നമയും ഓമും ചേർക്കണ്ട. ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ. ദുർഗാദേവിയായി, മഹാലക്ഷ്മി ദേവിയായി, സരസ്വതി ദേവിയായി പ്രപഞ്ചമാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആ ദേവിയുടെ മുന്നിൽ ശിരസ് നമിച്ച് നിൽക്കുകയാണ് എല്ലാ ദേവീദേവന്മാരും. അതുകൊണ്ടാണ് ഗുരുവായൂരിലും ഇടത്തരികത്ത് അമ്മയുണ്ട്, പെരുന്തട്ടയിലും അകത്ത് സർവമംഗളമംഗല്യയായി മഹാഗണപതിയോടും മഹാവിഷ്ണുവിനോടും സുബ്രഹ്മണ്യസ്വാമിയോടും ഒപ്പം അകത്ത് മഹാദേവിയുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മാളികപ്പുറത്തമ്മ മധുരമീനാക്ഷിയാണ്. അപ്പോൾ ദേവീ സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യം മനസ്സിലാക്കി തരാൻ അങ്ങനെ ഒരു മന്ത്രം ദേവീ ഭാഗവതത്തിലുള്ളതുപോലെ സ്വാമിയേ എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശരണം എന്ന് പറയുമ്പോൾ അകത്ത് നിർത്തുന്നു, അയ്യപ്പ പുറത്തേക്ക് വിടുന്നു. പൂരകം, കുംഭകം, യരേചകം എന്ന ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്ന പ്രാണായാമ നിയമവും ദേവീ ഭാഗവതത്തിൽ ദേവി അച്ഛനായ ഹിമവാനോട് പറഞ്ഞു കൊടുക്കുന്ന തത്വവും പാലിച്ചിരിക്കുന്നു ഹരിഹര സുതൻ്റെ സന്നിധാനത്തിൽ. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പം ഹരി ഗുരുവായൂരപ്പൻ, ഹരൻ മഹാദേവൻ എന്ന് ചിന്തിക്കുമ്പോൾ അയ്യപ്പസ്വാമിയുടെ ധർമ്മശാസ്താവിൻ്റെ വാഹനം കുതിര, വാജി. ഇതാ കുതിര എന്ന മൃഗം പ്യുവർ വെജിറ്റേറിയനാണ്, ക്രോണിക് വെജിറ്റേറിയനാണ്. ഭക്ഷണം വെറും പച്ച പുല്ലും പച്ച മുതിരയും പുല്ലുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ നിർത്തിയത് പശുവിനെയാണ്. 10 മാസം പശുവിന് വൈക്കോലും കൊടുത്തില്ല, പുളിയരിപ്പൊടിയും പിണ്ണാക്കും കൊടുത്തില്ല, കാലിത്തീറ്റയും കൊടുത്തില്ല, കിട്ടിയില്ല. 10 മാസം തൊഴുത്തിൽ കിടന്ന് ഇത് അനുഭവിച്ചു ക്ലേശം. വളർത്തിയ വസുമതി അമ്മയ്ക്ക് ഒരു ആഗ്രഹം, പശു ചത്തുപോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാം. ഒരു വെജിറ്റേറിയൻ ഭക്ഷണവും കിട്ടുന്നില്ല. 10 കിലോ ചിക്കൻ വാങ്ങി ഫ്രൈ ചെയ്ത് പുളിയരിപ്പൊടി കൊടുക്കുന്ന പാത്രത്തിൽ കൊടുത്താൽ പശു കഴിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. ഞാൻ രാവിലെ 6 മണി മുതൽ ഇവിടെ ഉണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ പറയണം ഉത്തരം. പശു കഴിക്കുമോ ഇല്ലയോ? ഇല്ല. വസുമതി അമ്മയോട് പറയും, വസുമതി അമ്മയെ ചത്തു വീണാലും ഞാൻ കഴിക്കാത്ത ഭക്ഷണം കഴിക്കില്ല. ഭഗവാൻ അതുകൊണ്ടാണ് പശുവിനെ കൂടെ ചേർത്തത്. ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമി അതുകൊണ്ടാണ് ആ കുതിരയെ കൂടെ ചേർത്തത്. ഭഗവാന്റെ വാഹനം കാള, ധർമ്മത്തിൻ്റെ പ്രതീകമായ കാള. ഓച്ചിറ മഹാദേവൻ്റെ മുന്നിൽ ചെന്നാൽ രാമനാഥ് സാറിനറിയാം, ഓച്ചിറ ക്ഷേത്രത്തിൽ കാളയെ തൊട്ട് നെറ്റിക്ക് വെക്കും, തൊഴും. ആലോചിച്ച് നോക്കൂ. ആ ധർമ്മം എന്ന അർത്ഥത്തിൽ, വൃഷഭം എന്ന അർത്ഥത്തിൽ 4 കാലും ധർമ്മത്തിൽ നിൽക്കുന്ന കാളയെ വാഹനമാക്കി സ്വീകരിച്ചപ്പോൾ പാർവതീദേവിയുടെ വാഹനം ഹിമവാൻ കൊടുത്ത സിംഹം, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി.
ഹൈമവതി, ഹിമവാന്റെ മകളായതുകൊണ്ട് ഹൈമവതി, പർവ്വതൻ്റെ മകളായതുകൊണ്ട് പാർവതി, ദക്ഷൻ്റെ മകളായിരുന്നത് കൊണ്ട് ദാക്ഷായണി, ഗിരിരാജൻ്റെ മകളായതുകൊണ്ട് ഗിരിജ. വാഹനം സിംഹം, കൊടുത്തത് അച്ഛൻ. ഹോ, മക്കളുടെ വാഹനമോ? ഗണപതിയുടെ വാഹനം നമുക്കെല്ലാം അറിയാം, എലി. സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനം മയിൽ, അച്ഛൻ്റെ ആഭരണം പാമ്പ്. ഈ ജീവജാലങ്ങളെല്ലാം നോക്കൂ, പരസ്പരം ശത്രുക്കളാണ്. പക്ഷേ കൈലാസത്തിൽ ആ ശത്രുത ഇല്ല. കൈലാസത്തിൽ ആ ശത്രുത ഇല്ല. നമ്മൾ മനുഷ്യൻ പഠിക്കാനാണ്. പാമ്പ്, എലി. പരമശിവൻ്റെ ആഭരണമായ പാമ്പിൻ്റെ ഭക്ഷണവും ശത്രുവുമാണ് ഗണപതിയുടെ വാഹനമായ എലിയെങ്കിലും കൈലാസത്തിലെ പാമ്പിന് ഈ എലിയെ വേണ്ട. മയിലും പാമ്പും പരസ്പരം ശത്രുക്കളാണെങ്കിലും സുബ്രഹ്മണ്യസ്വാമിയുടെ മയിലിന് അച്ഛൻ്റെ ആഭരണമായ പാമ്പിനെ വേണ്ട. മഹാദേവൻ്റെ വാഹനമായ കാളയും പാർവതീദേവിയുടെ വാഹനമായ സിംഹവും പരസ്പരം ശത്രുക്കളാണെങ്കിലും അവിടെ സിംഹം ഒരു ശത്രുതയും കാളയോട് കാണിക്കുന്നില്ല. മനുഷ്യ, നീ ഇത് കണ്ടോ? കണ്ടു. വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ആരുടെ കുറ്റം? ഞങ്ങളുടെ കുറ്റമാണേ എന്ന് നമ്രശ്രേഷ്ഠരായി നമ്മൾ പറയണ്ടേ? നീ കൈലാസം നോക്കി പഠിക്കൂ. പ്രകൃതിയിൽ പരസ്പരം ശത്രുക്കളായ ജീവജാലങ്ങൾ ഐക്യത്തോടെ ജീവിക്കുന്നു. ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യസ്വാമിയും പരമശിവൻ്റെ ബീജത്തിൽ നിന്ന് ജനിച്ച അയ്യപ്പസ്വാമിയും ഹനുമാൻ സ്വാമിയും ഒക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നാമം ജപിക്കാനിരിക്കുമ്പോൾ അവരും കൂടി വരും, അവരും ജപിക്കും. മാതാച്ച പാർവതി ദേവി, പിതാദേവോ മഹേശ്വര, ബാന്ധവ ശിവഭക്താനാം സ്വദേശോ ഭുവനത്രയം. നിങ്ങളുടെ മാത്രം അമ്മയല്ല, ഞങ്ങളുടെയും അമ്മയാണ്. നമ്മുടെ അമ്മ പോയാലും, നമ്മുടെ കാര്യമാണ് എൻ്റെയും നിങ്ങളുടെയും, നമ്മുടെ അമ്മ പെറ്റമ്മ പോയാലും നമ്മുടെ അച്ഛൻ പോയാലും നമ്മളെ നോക്കുന്ന ഭഗവതിയും ഭഗവാനും, നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നോക്കേണ്ടുന്ന ഭഗവാനും ഭഗവതിയും, അവരുടെ അടുത്ത 9 തലമുറയെ നോക്കേണ്ട ഉത്തരവാദിത്വം അഖില ഭാരത ഭാഗവത സത്രത്തിൽ നമ്മൾ ചിന്തയിലൂടെ, കേൾവിയിലൂടെ, വിഗ്രഹം കാണുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, മനുഷ്യരെ ഈശ്വരന്മാരായി കണ്ട് നമസ്കാരം ചേട്ടാ, ചേച്ചി, അമ്മേ എന്ന് വിളിക്കുന്നതിലൂടെ, നല്ല വാക്ക് പറയുന്നതിലൂടെ നമ്മുടെ അടുത്ത തലമുറയെ ഏൽപ്പിക്കുന്ന വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് 41ാമത് അഖില ഭാരത ഭാഗവത സത്രത്തിൻ്റെ വേദി എന്ന് അഭിമാനത്തോടെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഈശ്വരീയ ധർമ്മത്തിലേക്ക് നമ്മൾ ഉയരണം. ഒരു ആളോടും വൈരം പ്രഖ്യാപിക്കാതെ എല്ലാവരെയും, ഞങ്ങൾ അല്പം മുമ്പ് രാമനാഥ് സാർ പറഞ്ഞതുപോലെ നല്ല മഹാത്മാക്കളുമായി, ഗുരുക്കന്മാരുമായി ബന്ധപ്പെടുമ്പോൾ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ, എളിമയോടെ, വിനയത്തോടെ പെരുമാറുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ക്ഷേത്രവും സത്സംഗ സമിതിയും. അത് സ്കൂളിലും കോളേജിലും നമുക്ക് ലഭിക്കില്ല. ഗുരുക്കന്മാരെ കാണുമ്പോൾ ഭാരം കൂടിയ ത്രാസിൻ്റെ തട്ട് ഭൂമിയിലേക്ക് കുനിഞ്ഞു നിൽക്കുന്നത് പോലെ, ഏറ്റവും കൂടുതൽ മാമ്പഴമുണ്ടാകുന്ന വൃക്ഷത്തിൻ്റെ ശിഖരം ഭൂമിയിലേക്ക് കുനിഞ്ഞു വരുന്നത് പോലെ, പാടത്ത് നെല്ലും പതിരും ഉണ്ടായാൽ നെല്ല് കുനിഞ്ഞു വരുന്നത് പോലെ, വാഴ വെച്ചാൽ ഉടമസ്ഥന് വാഴപ്പഴം കൊടുക്കാൻ തയ്യാറാകുന്ന നിമിഷം മുതൽ വാഴക്കുലയുമായി ഉടമസ്ഥൻ്റെ മുന്നിലേക്ക് വാഴ കുനിഞ്ഞു വരുന്നത് പോലെ, മഴവെള്ളം ഒരിക്കലും ഉയർന്ന സ്ഥാനത്തു നിൽക്കാതെ അത് താഴ്ന്ന ഇടം തേടി കുതിച്ചൊഴുകുന്നത് പോലെ മനുഷ്യ, പ്രകൃതിയിലെ സാധാരണ ജീവജാലങ്ങളും സസ്യങ്ങളും മരങ്ങളും ഈ നന്മയും വിനയവും പ്രപഞ്ചമാതാവിനോടും ജഗദീശ്വരനോടും കാട്ടുമ്പോൾ നാരായണൻ്റെ രൂപം നൽകിയ നരനായ മനുഷ്യ, നാരായണിയുടെ രൂപം നൽകിയ നാരിയായ സ്ത്രീ, നിങ്ങൾ ഇത് പഠിക്കണ്ടേ, അറിയണ്ടേ, അനുഭവിക്കണ്ടേ എന്ന് എപ്പോഴും നിശബ്ദമായി നമ്മളോട് ചോദിക്കുന്ന സർവകലാശാലയാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ സംസ്കാരം നിലനിർത്താനാണ് 41ാമത് അഖില ഭാരത ഭാഗവത സത്രം, ഭാഗവത സത്ര സമിതി. ശ്രീ ശിവശങ്കരൻ അവരുടെയും അപ്പുച്ചേട്ടൻ്റെയും ശ്രീ ശ്രീനിയുടെയും നാരായണസ്വാമിയുടെയും നമ്മുടെ അയർക്കുന്നത്തിൻ്റെയും ഒക്കെ എന്ന് വേണ്ട ധാരാളം ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച
ഈശ്വരനെ അനുഭവിച്ച റിട്ടയർമെൻറ്റായി അല്ലെങ്കിൽ പ്രായമായി നിങ്ങൾ വിശ്രമിക്കൂ എന്ന് വീട്ടിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും പറയുമ്പോഴും നമ്മുടെ ബാല്യകാലവും യൗവനകാലവും കടന്നു വന്ന പാതയും മറക്കാതെ ഈ നശിച്ചു പോകുന്ന ശരീരത്തിനുള്ളിൽ ഗുരുവായൂരപ്പനും മഹാദേവനും ഭഗവതിയും എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം ഇതൊക്കെ നിലനിർത്താൻ പ്രവർത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹമാണ് അഖില ഭാരത ഭാഗവത സത്രസമിതി എന്ന് വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 41 കൊല്ലമായി എനിക്കിതറിയാം. ഈ ഒരു മഹാദർശനം നടത്തുന്നതിന് വേണ്ട ചിലവ്, മാൻ പവർ, മണി പവർ, ഇതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ടായാലും ഇതൊക്കെ മംഗളകരമായി നടക്കണമെങ്കിൽ ഗുരുപരമ്പരയുടെ അനുഗ്രഹവും ഭഗവാന്റെയും ഭഗവതിയുടെയും കൃപയും കടാക്ഷവും ദയയും വാത്സല്യവും വേണം. ഇരിക്കാൻ ഇത്രയും വിശാലമായ ഇരിപ്പിടം, കഴിക്കാൻ 3 നേരം ഭക്ഷണം, അത് സമാഹരിക്കാനുള്ള ബദ്ധപ്പാട്, ഒരു വീട്ടിലെ കാര്യം നോക്കുന്നതിന് ഇത്രയും ബദ്ധപ്പാടില്ല. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. വരുന്നതിലെ കുറവുകളൊന്നും ചിന്തിക്കാതെ, വരുന്നതിലെ നന്മ മാത്രം ചിന്തിച്ച് 7, 5, 12 ദിവസം നമ്മൾ സത്രസമിതിയുടെ ഈ മഹത്തായ സർവകലാശാലയിൽ ഇരിക്കുകയാണ്. സ്കൂൾ ഇന്ന് അടച്ചു. നാളെ കുട്ടികളുമായി എല്ലാവരും വരണം. അവരിത് കേൾക്കട്ടെ. പരീക്ഷയ്ക്ക് തോറ്റാലും ജീവിതത്തിൽ ജയിക്കട്ടെ. നമ്മൾ പറയണം, ഇവിടെ പരീക്ഷയ്ക്ക് ജയിക്കുന്നതല്ല കാര്യം, ജീവിതത്തിൽ ജയിക്കണം. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ശങ്കരാചാര്യസ്വാമിയും ശുഭാനന്ദ ഗുരുദേവനും ശ്രീരാമകൃഷ്ണ പരമഹംസനും ശാരദാദേവിയും അമ്മാമൃതാനന്ദമയി ദേവിയും ഒക്കെ ഈ സർവകലാശാലയിൽ പഠിച്ചവരാണ്. ബ്രഹ്മസ്തുതിയിൽ ബ്രഹ്മദേവൻ പറയുമല്ലോ, എത്ര വിദ്യാഭ്യാസം നേടിയാലും ഈ വിദ്യ നേടിയില്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ്. ഞാൻ ഏതും അറിയുന്നവനല്ല എൻ്റെ ഭഗവാനെ. എനിക്കൊരു അഹന്ത ഉണ്ടായിരുന്നു, അത് നശിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇത് നമുക്ക് തോന്നണ്ടേ. ആ ബ്രഹ്മദേവൻ നമ്മുടെ പ്രതിനിധിയല്ലേ? ഭഗവാൻ അഹന്ത മാറ്റാൻ വന്ന കാളിയനും ദേവേന്ദ്രനും സന്താനഗോപാലത്തിലെ ബ്രാഹ്മണനുമൊക്കെ നമ്മുടെ പ്രതിനിധികളല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കാളിയനോടും ബ്രഹ്മദേവനോടും സന്താനഗോപാലത്തിലെ ബ്രാഹ്മണനോടും ദേവേന്ദ്രനോടും അർജുനനോടും ഒക്കെ പറഞ്ഞത് നമ്മളോട് പറയുന്നതല്ലേ എന്ന് ചിന്തിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ പ്രിയപ്പെട്ടവരെ? അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞേ, ബൈബിളില്ലാത്ത ക്രൈസ്തവരുണ്ടോ? പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനികളുണ്ടോ? ഖുറാനില്ലാത്ത മുസൽമാനുണ്ടോ? ഒറ്റ മുസ്ലിം പള്ളിയിൽ പോകാതിരിക്കുമോ? രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ എത്ര കൃത്യനിഷ്ഠയോടാണ് അവർ അത് പാലിക്കുന്നത്, ക്രൈസ്തവർ പാലിക്കുന്നത്. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും എന്ന ദിവസമുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ഒരു താല്പര്യം, നമുക്കോ ഞായറാഴ്ച വ്രതം, തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, ബുധനാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം, ഷഷ്ടി വ്രതം, ഏകാദശി വ്രതം, പൗർണമി വ്രതം, അമാവാസി വ്രതം, എല്ലാം വ്രതങ്ങളാണ്. എത്ര സമ്പന്നമായി ചിട്ടപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും മന്ദിരങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കുരിശും ചന്ദ്രക്കലയും ഓമും ഇന്നും കാണാം. ഗുരുവായൂരിലോ പെരുന്തട്ടയിലോ ചൊവ്വല്ലൂരോ അപ്പുറത്തെ ജംഗ്ഷനിലോ ഒക്കെ കിടക്കുന്ന പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ്റെ ഓട്ടോറിക്ഷയിൽ കുരിശും ചന്ദ്രക്കലയും ഓമും ഉണ്ടെങ്കിൽ വിചാരിച്ചോണം ഇതൊരു ഹിന്ദു ചെറുപ്പക്കാരൻ്റെയാണ്. എന്താ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചത് നമ്മളാണ്. ഇത്ര വിശാലമായ ഒരു സംസ്കാരത്തിൻ്റെ ഗാഥ പാടാൻ ആർക്ക് സാധിക്കും? ഡോക്ടർ APJ അബ്ദുൽ കലാമും കലാമണ്ഡലം ഹൈദരാലിയും യൂസഫ് അലി കേച്ചേരിയും യേശുദാസും കൈതപ്രം തിരുമേനിയും എല്ലാം മള്ളിയൂർ തിരുമേനിയുടെ ബെഡ്റൂമിനകത്ത് കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ആ കൈകൾ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് നമസ്കരിച്ച് പോകുമ്പോൾ എന്ത് മതം, ഏത് ജാതി, ഏത് കക്ഷി, ഏത് രാഷ്ട്രീയം, ഇങ്ങനെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോം വർഷത്തിലൊരിക്കൽ ക്രൈസ്തവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും സംഘടിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ എത്ര നിറഞ്ഞ കുടുംബ സദസ്സാണ്. നേരത്തെ മിഥുനപ്പള്ളി പറഞ്ഞതുപോലെ നമുക്കിതൊന്നും വേണ്ട, നമ്മളിതെല്ലാം അറിഞ്ഞവരാണെന്നുള്ള ചിന്ത. നമ്മുടെ പൂർവികന്മാർ രാമ 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 പാഹി മാം എന്നെ പാഹി രക്ഷിക്കണേ, രാമപാദം ചരണേ മുകുന്ദരാമ പഹിമാം. കാലും നീട്ടി കിഴക്കോട്ടിരുന്ന് ഭസ്മക്കുറി തൊട്ട്, ഇനി കുളിക്കാൻ സന്ധ്യയ്ക്ക് പറ്റാത്ത പ്രായമാണെങ്കിലും കൈയും കാലും മുഖവും കഴിയുമെന്നാണ് പറയുന്നത്.
കൈയും കാലും മുഖവും കഴുകി ഒരു ഭസ്മക്കുറിയും ഇട്ട് രാമ 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 പഹിമാം, രാമ പാദം ചരണേ മുകുന്ദ രാമ പഹിമാം. ആ ഡെപ്പോസിറ്റാണ് നാമം ജപിക്കാതെ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളിവിടെ ഇരിക്കുന്നവരല്ല, ഇതൊക്കെ അറിഞ്ഞിട്ടും വരാത്തവർ. സഹസ്രനാമം ചൊല്ലിക്കഴിയുമ്പോൾ ഭഗവാൻ ശ്രീപരമേശ്വരൻ, പെരുന്തട്ടയിലെ ശ്രീപരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നത് കൂടി ജപിച്ചല്ലേ നമ്മൾ പൂർത്തീകരിക്കൂ. ദാദാ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ. അടുത്തത് നിങ്ങൾ പറയൂ. സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ദേവി 1000 നാമം ജപിക്കണമെന്നൊന്നുമില്ല. പിന്നെ രാമെന്നൊന്നു പറഞ്ഞാൽ 1000 നാമം ജപിക്കുന്നതിന് തുല്യമാണ്. നാരായണ മന്ത്രത്തിൻ്റെ 2ാമത്തെ അക്ഷരമായ രായും നമശിവായ മന്ത്രത്തിൻ്റെ 2ാമത്തെ അക്ഷരമായ മായും ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയ മഹാമന്ത്രമാണ് ദേവി രാമമന്ത്രം. ഞാൻ എപ്പോഴും ജപിക്കുന്നത് അതാണ്. പരമശിവൻ പാർവതീ ദേവിയോട് പറയുകയാണ്. ശ്രീരാമേന്ദ്രൻ പറയുകയാണ്, ദേവി ഞാനെപ്പോഴും ജപിക്കുന്നത് നമശിവായയാണ്. രാമൻ്റെ ഈശ്വരനെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് രാമേശ്വരം. ശ്രീരാമനാഥപുരം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അവിടെ ശിവലിംഗമാണ്. അപ്പോൾ ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഭാഗവത സത്രത്തിലൂടെ നമുക്ക് തെളിയിച്ചു തന്നത് 41ാമത്തെ സത്രത്തിനാണെന്ന് കാലം വിധി എഴുതുമെന്നുള്ളത് കൊണ്ടാണ് അഖില ഭാരത ഭാഗവത സത്രസമിതിയുടെ 41ാമത്തെ യജ്ഞം ഗുരുവായൂരിനടുത്തുള്ള പെരുന്തട്ടയിലായതെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ്. നമ്മൾ എത്ര വികാരത്തോടെയും എത്ര രോമാഞ്ചത്തോടെയുമാണ് പഴയകാല ചരിത്രങ്ങൾ പുസ്തകത്തിലൂടെ വായിക്കുന്നത്. ഇങ്ങനെയൊന്ന് സംഘടിപ്പിക്കാൻ പെടുന്ന പാട് കാലം കഴിയുമ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവിടെ ഇട്ട 1500 കസേരകളിൽ 1000 കസേരകളിൽ ഇരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു എന്ന് അഭിമാനിക്കുവാൻ കൂടി കഴിയുന്ന ഒരു മുഹൂർത്തമായി ഇതിനെ കാണണം. ഏത് ചരിത്രങ്ങളും നമ്മൾ ഒരു 50 വർഷത്തിന് മുമ്പുള്ളത് പഠിച്ചു നോക്കൂ. ഇതിനേക്കാൾ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചും ഒക്കെയാണ്, അപവാദങ്ങൾ സഹിച്ചും ഒക്കെയാണ് അത് നടന്നത്. അന്യ ആക്ഷേപാദികൾ സഹിച്ച് സമബുദ്ധിയോടെ അഹംഭാവം അകലക്കളഞ്ഞ് ഈശ്വര സേവ ചെയ്യുന്നവർക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ, അനുഭവിക്കാൻ കഴിയൂ എന്ന ചരിത്രം നമുക്കും പഠിക്കണ്ടേ. അപ്പം നമ്മളിപ്പോൾ ജപിച്ചിടുന്ന ഡെപ്പോസിറ്റാണ് നമ്മുടെ കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ നാമം ജപിക്കാതെയൊക്കെ ഇന്ന് വളരുന്ന ആധുനിക തലമുറയിലെ കുഞ്ഞുങ്ങൾക്കെടുക്കാൻ സാധിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഏറ്റുമാനൂരിൽ വായിക്കുമ്പോൾ ഒരു അമ്മ ചോദിച്ചു, ഞങ്ങൾ ദിവസവും അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, വലിയ തടസ്സങ്ങൾ. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന അമ്മ അമ്പലത്തിൽ പോകാറേ ഇല്ല, വഴിപാട് കഴിക്കാറില്ല, പോകുന്നവരെ കുറ്റം പറയുന്നതാണ് അമ്മയുടെ ജോലി, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. അതാണ് അമ്മയ്ക്ക് കൂടുതൽ വിഷമം. ഞാൻ മള്ളിയൂരിൽ താമസിച്ച ഏറ്റുമാനൂരിൽ വന്നു പോകുന്ന സമയമാണ്. 11 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഓരോ ദിവസവും തിരുമേനി ചോദിക്കും, ഇന്ന് എന്തുണ്ടായിരുന്നു വിശേഷം. ഞാനൊരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്മ പറഞ്ഞു തിരുമേനി. എന്ത് മറുപടി പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല തിരുമേനി, എനിക്കറിയാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി ചിരിച്ചു. തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് 98 വയസ്സ്, അന്ന് 88 വയസ്സാണ്, 90ാമത്തെ വയസ്സിലായിരുന്നു യാത്ര. തിരുമേനി പറഞ്ഞു, അവരോട് നാളെ പറയണം, അമ്മയോട് പറയേണ്ടത് എല്ലാവരോടും കൂടി പറയാം. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടും വഴിപാട് കഴിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഈശ്വരീയ കാര്യങ്ങളിൽ സമ്പൂർണ്ണമായി സഹകരിച്ചിട്ടും ദുഃഖം. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന അമ്മ അമ്പലത്തിൽ പോകാറേ ഇല്ല, അവർക്ക് സന്തോഷം. ഈ അമ്മയുടെ പൂർവികന്മാർ, അപ്പൂപ്പൻ്റെ അച്ഛനോ അമ്മൂമ്മയുടെ അച്ഛനോ 1 കോടി രൂപ ബാങ്കിൽ നിന്നെടുത്തു. അത് കിട്ടില്ല, തിരിച്ചടച്ചില്ല. 4ാമത്തെ തലമുറയിലെ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ടും വിഷമിക്കുന്ന അമ്മയുടെ അടുത്ത് ബാങ്ക് മാനേജർ വന്നു. അന്നത്തെ മാനേജരല്ല, അന്ന് പണം കൊടുത്ത കാഷ്യറുമല്ല. 4 തലമുറ കഴിഞ്ഞപ്പോൾ റെക്കോർഡ് നോക്കി വരികയാണ്. വന്നിട്ട് ചോദിച്ചു, 316-ൽ 60 എന്ന സർവേ നമ്പരല്ലേ? അതെ. ഞങ്ങൾ 1 കോടി രൂപ അപ്പൂപ്പന് കൊടുത്തിരുന്നു, തിരിച്ചടച്ചില്ല. അതുകൊണ്ട് ഈ വസ്തു ജപ്തി ചെയ്യാൻ വന്നതാണ്, പുറത്തേക്ക് ഇറങ്ങണം. അമ്പലത്തിൽ പോകുന്ന, വഴിപാട് കഴിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഈ അമ്മ ചെയ്തോ എന്തെങ്കിലും കുറ്റം? ഇല്ല. പൂർവികന്മാർ എടുത്തത് അടച്ചില്ല. അപ്പോൾ ആ അമ്മ പറയുന്നു, 10 സെൻറ്റ് ഭൂമി വിറ്റിട്ട് നിങ്ങളുടെ ഇടപാടുകൾ തീർത്ത് ഞങ്ങൾ സന്തോഷമായി ജീവിച്ചോളാം.
അത് അവർ വരെ അനുഭവിച്ചു തീർന്നു. അവരുടെ മക്കൾക്ക് ഇനി സുഖം. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമല്ലേ. മലയോര തിരുമേനി പറഞ്ഞതാണ്, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന അമ്മ അമ്പലത്തിൽ പോകുന്നില്ല, വഴിപാട് കഴിക്കുന്നില്ല, പോകുന്നവരെ കുറ്റം പറയുന്നു, ആക്ഷേപിക്കുന്നു, അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. അപ്പൂപ്പനിട്ട 1 കോടി രൂപ ഇപ്പോഴും കിടപ്പുണ്ട്, അത് വിഡ്രോ ചെയ്ത് ജീവിക്കുകയാണ്. ഈ അമ്മയുടെ കാലം കഴിയുമ്പോൾ അത് തീരും. അമ്മ എടുത്ത ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടെന്ന് ചിന്തിച്ച് മക്കൾ ചെക്ക് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഇൻസഫിഷ്യൻ്റ് ഓഫ് ഫണ്ട്. മക്കൾ ദുഃഖിക്കും. ഏതാണ് നല്ലത് എന്ന് അമ്മയോട് ചോദിക്കണം. നമ്മൾ അനുഭവിച്ച ദുഃഖമെല്ലാം തീർന്നു, പൂർവികന്മാർ ചെയ്ത കുറവുകൾ പരിഹരിക്കപ്പെട്ടു, അടുത്ത തലമുറ മുതൽ സുഖം. അപ്പുറത്തെ വീട്ടിലെ അമ്മ പൂർവികന്മാർ ഇട്ടതെല്ലാം എടുത്ത് അനുഭവിച്ചു, അവരുടെ കാലം കഴിഞ്ഞു, മക്കൾ ചെല്ലുമ്പോൾ ഒന്നുമില്ല എന്നതുകൊണ്ട് ദുഃഖിക്കുന്നു. ഏതാണ് നല്ലത് എന്ന് അമ്മയോടും സദസ്സിനോടും ചോദിക്കണം. അടുത്ത ദിവസം ഞാൻ ചോദിച്ചു, എല്ലാവരും പറഞ്ഞു ആദ്യത്തേത് മതി. പൂർവികന്മാർ എന്തെങ്കിലും അറിയാതെ ചെയ്തെങ്കിൽ നമ്മളിൽ കൂടി അങ്ങ് പരിഹരിക്കട്ടെ, അടുത്ത ഒരു 7 തലമുറയ്ക്ക് ഒരു കുറവുമുണ്ടാകാതെ അവർ ജീവിക്കട്ടെ സന്തോഷമായി, നമ്മളിൽ കൂടി അതുവരെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ഇത് നമ്മളും പറയണം. ഈശ്വരവിശ്വാസികളുടെ എല്ലാം ഒരു ചിന്തയാണ്, ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ. നമ്മൾ ചെയ്തുകൊണ്ടല്ല. ഇന്ന് നടത്തിയ 6 പ്രഭാഷണങ്ങളും നിങ്ങൾ കേട്ടില്ലേ? പൂർവികന്മാർ ചെയ്ത നന്മയുടെ ഫലവും നമ്മൾ അനുഭവിക്കുന്നു. പൂർവികന്മാർ ചെയ്ത തിന്മയെന്നറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല, അവരുടെ കർമ്മങ്ങളിൽ വന്ന കുറവുകളുടെ പിശകുകളും ദുഃഖത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നു. അതൊക്കെ നമ്മളിൽ കൂടി അങ്ങ് പരിഹരിക്കാൻ ഇന്ന് അഖില ഭാരത ഭാഗവത സത്രം പോലെ ഭാഗവതത്തിന് ഇത്രയും പ്രചാരം കൊടുക്കുന്ന വേറൊരു വേദി ഇല്ല എന്നത് പരമമായ ഒരു സത്യമാണ്. ഭാഗവത സപ്താഹയജ്ഞങ്ങളും നവാഹയജ്ഞങ്ങളും ഒക്കെ ക്ഷേത്രം തോറും നടക്കാറുണ്ട്. പക്ഷേ ഇതിൽ വന്ന 12 ദിവസം കേൾക്കുന്ന ഒരു കുട്ടി, അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് വെക്കേഷൻ അതിന് നിശ്ചയിച്ചതും. കുട്ടികൾക്ക് വരാമല്ലോ, കുട്ടികളൊന്ന് വന്നിരുന്ന് നോക്കട്ടെ. നമ്മളിപ്പോൾ ഒരു മാസം 4 സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നതാണ്. കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിൽ പുറത്തും ഒക്കെ സഞ്ചരിക്കുമ്പോൾ കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തുമാണെങ്കിൽ ധാരാളം യുവതി യുവാക്കൾ വന്നിരിക്കുന്നത് കാണാം. കേരളത്തിലെ 14 ജില്ലകളിൽ ഇത് പ്രായേണ കുറവാണ്. ഇപ്പം രാവിലെ മൂലം ഭാഗവതം വായിക്കുന്നത് മുതൽ ഈ സമയം വരെ മുൻനിരയിലിരുന്ന ആളാണ് അയർക്കുന്നൻ രാമൻ നായർ സാറിൻ്റെയും ചേച്ചിയുടെയും മധ്യത്തിലിരിക്കുന്ന അദ്ദേഹം. ശരിയാണോ? ആണ്. രാവിലെ 6 മണിക്ക് നാമം ജപിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, ഭാഗവതം വായിക്കുമ്പോഴും കൂടെ വായിച്ചു, കൂടെ മൂലം ഭാഗവതം വായിച്ചു. അവിടെ നിന്ന് മാറാതെ അതേ കസേരയിൽ ഇരിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് ശ്രദ്ധിക്കാറുണ്ട്. പേര് പിന്നെ എങ്ങനെ ഇരിക്കാതിരിക്കും? പ്രേമചന്ദ്രൻ എന്നാണ് പേര് തന്നെ. സ്ഥലം പാലക്കാട്, കേരളത്തിലെ നെല്ലറയായ പാലക്കാട് പട്ടാമ്പിയിൽ നിന്നാണ് അദ്ദേഹം എത്തിയത്. പ്രേമേന്ദ്രൻ എന്നാണ് പേര്. അപ്പം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രോതാക്കളിൽ ശ്രദ്ധ കൂടുമ്പോൾ വക്താവിന് താല്പര്യം വർദ്ധിക്കുന്നു. വേദവ്യാസൻ എഴുതിയതാണ്. ഭഗവാന്റെ ഈശ്വരൻ ഭക്തരാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ ഭക്തന് അധീനനാണ് ഞാൻ. എൻ്റെ ഭക്തൻ്റെ പിന്നാലെ മാത്രമേ ഞാൻ നടക്കൂ. എൻ്റെ ഭക്തൻ ചവിട്ടിയ മണൽത്തരികൾ ഞാൻ ശിരസിൽ കോരിയിട്ട് ആഹ്ലാദിക്കുന്നവനാണ്. നിത്യവും ഭക്തിയോടെ എന്നെ പൂജിക്കുന്ന സത്യവാന്മാർക്ക് ദാസനാണ് ഞാൻ. സിനിമാ തിയേറ്റർ മുതലാളിയുടെ ഈശ്വരൻ തൻ്റെ തിയേറ്ററിൽ ആ സിനിമ കാണാൻ വരുന്നയാളാണ്. പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്ന ആളിൻ്റെ ഈശ്വരൻ ആ ബസ്സിൽ സഞ്ചരിക്കുന്നയാളാണ്. ഒരു വക്താവിൻ്റെ ഈശ്വരൻ ശ്രദ്ധയുള്ള ശ്രോതാവാണ്. എത്ര ആളുകൾ വന്നാലും കസേരയില്ല എന്ന് പറയാതിരിക്കാൻ ഭാഗവത സത്രസമിതി ഇത്രയും കസേരകൾ. ഉച്ചഭക്ഷണത്തിന് 1-2 കറി മതി, എന്നാലും സാമാന്യമായ ഭക്ഷണം. രാവിലെ ഭക്ഷണം, വൈകിട്ട് വീട്ടിൽ പോകാതിരിക്കാൻ രാത്രിയിൽ ഭക്ഷണം. അന്നാത് ഭവന്തി ഭൂതാനി അന്നം ന നിന്യാത് അന്നം ബഹു കുർവീത. അന്നം ധാരാളം ഉണ്ടാക്കണം, അന്നത്തെ നിന്ദിക്കരുത്. അന്നം ഇവിടെ തരുന്നത് നമ്മൾ ഒരു അമൃത് പോലെ കഴിക്കണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന ശ്രീ നാരായണ ഗുരുദേവൻ മഹാദേവനോടാണ് പറഞ്ഞത്. മലയോര തിരുമേനി ഒരിക്കൽ പറഞ്ഞു, അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി എന്ന് പറയുമ്പോൾ ദേവി മഹാദേവനെ ഒന്ന് നോക്കും. ഒരാൾ ചോദിക്കുന്നു, കൊടുക്കണോ?
വീട്ടിൽ വന്ന 1000 രൂപ നമ്മുടെ അമ്മയോട് കടം ചോദിക്കുമ്പോൾ ചോദിച്ചയാൾ കേൾക്കാതെ അമ്മ അച്ഛനോട് ചെന്ന് ചോദിക്കും, കൊടുക്കണോ? അച്ഛൻ പറഞ്ഞാലേ അമ്മ കൊടുക്കൂ. എന്നാൽ പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ വിചാരിച്ചു, നേരെ മഹാദേവനോട് അങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പോഴേ കൊടുക്കാൻ പാർവതി ദേവിയോട് പറയുമല്ലോ, കാലാവലോകനം കാര്യസാധ്യം നൃണാം. കാലത്തിനനുസരിച്ച് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ചില കർമ്മങ്ങൾ മർമ്മമറിഞ്ഞ് ധർമ്മത്തോടെ ചെയ്യുമ്പോഴേ നമ്മുടെയൊക്കെ ജീവിതം സമ്പന്നമാകൂ, സമ്പുഷ്ടമാകൂ എന്ന് നമ്മുടെ ഗുരുക്കന്മാർക്കറിയാമായിരുന്നു. വിശ്വാമിത്രനും വസിഷ്ഠനും അഗസ്ത്യനും ഇല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇല്ലെന്നും പേരിട്ട ഗർഗമുനിയും യാദവ കുലത്തിൽ പിറന്ന പിന്നോക്ക വംശത്തിൽ ജനിച്ച, ഷെഡ്യൂൾ ട്രൈബിൽ ജനിച്ച, യാദവ കുലത്തിൽ പിന്നോക്ക വംശത്തിൽ ജനിച്ച ശ്രീകൃഷ്ണൻ എന്ന കുട്ടിയെ ബ്രഹ്മജ്ഞാനിയാക്കി മാറ്റിയ സാന്ദീപനി ഗുരുനാഥനും ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറയാൻ രാമനും കൃഷ്ണനും നമ്മുടെ മുന്നിൽ മോഡലുകളായി നിൽക്കുമ്പോൾ, ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ റോൾ മോഡലായി നിൽക്കുമ്പോൾ, അമ്മ, അച്ഛൻ, ഗുരു, അതിഥി, LPS, UPS, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി കഴിഞ്ഞേ ഈശ്വരൻ്റെ സന്നിധിയിൽ ചെല്ലാവൂ എന്ന് പഠിപ്പിച്ച സംസ്കാരത്തിൻ്റെ ഗാഥ പാടാനാണ് അഖില ഭാരത ഭാഗവത സത്രസമിതി 41 കൊല്ലമായി ഇങ്ങനെയൊരു മഹാസമർപ്പണം നടത്തുന്നതെന്ന് ചിന്തിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം. 7, 5, 12 ദിവസമാണ്. സപ്തധാതുക്കൾ പഞ്ചപ്രാണന്മാർ: രസം, രക്തം, അസ്ഥി, മജ്ജ, ശുക്ലം, മാംസം, മേധസ്. സപ്തധാതുക്കൾ: പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. പഞ്ചപ്രാണന്മാർ. 7, 5, 12. 12 മാസം, 12 സ്കന്ധം, ഓച്ചിറ 12 വിളക്ക് എന്നു വേണ്ട, എല്ലാം 12 എന്ന സംഖ്യയിൽ നമുക്ക് നൽകിയത് ഒരു ന്യൂമറോളജിയിൽ, സംഖ്യാശാസ്ത്രത്തിൽ ഏറ്റവും വലിയ തത്വമായി നമ്മൾ കാണണം. 42ാമത്തെ സത്രം ചേർത്തല മാരൻകുളങ്ങരയിൽ നടക്കുമ്പോൾ നിങ്ങൾ കുടുംബസഹിതം വരണമെന്ന് ഞാൻ വിനയപരിസരം അപേക്ഷിക്കുകയാണ്. കൂടുമ്പോൾ ഇമ്പമാണ് കുടുംബം. ആ ശിവകുടുംബവും ശ്രീരാമചന്ദ്രൻ്റെ കുടുംബവും ശ്രീകൃഷ്ണൻ്റെ കുടുംബവുമൊക്കെ നമുക്ക് നൽകുന്ന ചില വലിയ സന്ദേശങ്ങൾ മറ്റെങ്ങു നിന്നും ലഭിക്കാത്തതാണ്. അത് രാമായണത്തിൽ നിന്നും, ഭാഗവതത്തിൽ നിന്നും, മഹാഭാരതത്തിൽ നിന്നും, ശിവപുരാണത്തിൽ നിന്നും, ഗണേശപുരാണത്തിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്നതാണെന്ന് നമ്മുടെ കുട്ടികൾ അറിയണ്ടേ. ഓരോ ദിവസവും ദൃശ്യ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതാണോ? വളർത്തി വലുതാക്കിയ അച്ഛനെ തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിലിട്ട് പൂട്ടിയിട്ട് മകൻ പാലക്കാട്ടേക്ക് കടന്നു പോകുമ്പോൾ കള്ളനെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവനെ കൊണ്ടുവന്ന് ഇതാണോ നീ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? ശമ്പളമില്ലാഞ്ഞിട്ടാണോ? കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് കേട്ടില്ലേ? സുന്ദരമായി സുഖമായി റോഡിൽ കിടന്ന് ഭിക്ഷക്കാർ ഉറങ്ങുമ്പോഴും സമ്പന്നതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവർക്ക് സുഖമായി വീട്ടിൽ കഴിയാൻ കഴിയാത്തത് നമ്മുടെ പുരാണങ്ങളിൽ നിന്നും നമ്മുടെ ദർശനങ്ങളിൽ നിന്നും അകന്നതുകൊണ്ടല്ലേ? അച്ഛനെ കൊല്ലുന്ന മകനും അമ്മയെ കൊല്ലുന്ന മകളും കുട്ടിയെ കൊല്ലുന്ന അച്ഛനുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് രാമായണവും ഭാഗവതവും വായിക്കാഞ്ഞതുകൊണ്ടല്ലേ? നമ്മൾ ഇന്ന് വന്ന ഒരു പ്രഭാഷകൻ പറഞ്ഞത് കേട്ടില്ലേ? എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ ദുഃഖങ്ങളും സഹിച്ച് ആത്മഹത്യ ചെയ്യാതെ, വിവാഹമോചനം നടത്താതെ, മദ്യപാനം നടത്താതെ ആ സമൂഹത്തിൽ ധീരരായി ജീവിക്കുവാൻ നമുക്ക് കരുത്തു പകർന്ന സന്ദേശങ്ങളുടെ വൈശിഷ്ട്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയ കുറവുകൾ പരിഹരിക്കാനാണ് ഭാഗവത സത്രസമിതി ഓരോ വർഷവും ഇങ്ങനെ 12 ദിവസത്തെ ഒരു ഭാഗവത ഉത്സവം നടത്തുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ മറ്റുള്ളവരെ നമ്മൾ പ്രേരിപ്പിക്കണം. ഒരാളെ കൂടി അറിയിച്ച്, ഞങ്ങൾ അമ്പലപ്പുഴ സത്രത്തിൽ പറഞ്ഞിരുന്നു, 1 മാസത്തെ ശമ്പളം, 1 മാസത്തെ പെൻഷൻ, അതിന് പറ്റിയില്ലെങ്കിൽ ഒരു 15 ദിവസത്തെ ശമ്പളം, ഒരു 15 ദിവസത്തെ പെൻഷൻ അഖില ഭാരത ഭാഗവത സത്രസമിതിക്ക് സമർപ്പിച്ച് പേരും നക്ഷത്രവും തിഥിയും എഴുതി
ഈ മഹാസംസ്കാരത്തെ പ്രോജ്വലിപ്പിക്കാൻ ഈ കലിയുഗത്തിൽ നടത്തുന്ന ഒരു രാജസൂയമെന്ന നിലയിൽ ഞങ്ങളുടെ പങ്കാളിത്തവും അതിലുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ തീർച്ചയായും 100ാമത്തെ സത്രമൊക്കെ നടക്കുന്ന കാലത്ത് നമ്മളാരും ഉണ്ടായില്ലെങ്കിലും നമ്മുടെ അടുത്ത തലമുറ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ പറയും 41ാമത്തെ സത്രത്തിൽ ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ അമ്മുമ്മയും ഞങ്ങളുടെ അപ്പൂപ്പനും ഒക്കെ പോയി അതിൽ പങ്കെടുത്ത് വഴിപാട് കഴിച്ചതിൻ്റെ രസീത് വീട്ടിലിരിപ്പുണ്ടൊരു നിധി പോലെ. അത് ഞങ്ങൾക്ക് ഐശ്വര്യമേ പകർന്നു തന്നുള്ളൂ. ആയുസ്സും ഐശ്വര്യവും സൗഭാഗ്യവും ശക്തിയും ഭക്തിയും ബുദ്ധിയുമൊന്നും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതല്ല. നമുക്ക് ഭഗവാൻ നൽകിയ, ഭഗവതി നൽകിയ അത്തരത്തിലുള്ള വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ചില ദർശനങ്ങളുടെ ഒരംശം ഇവിടെ സമർപ്പിക്കുമ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് ഐശ്വര്യം പകരുന്നതാണ് എന്ന് അവർ പഠിക്കട്ടെ. ആലോചിച്ച് നോക്കൂ, വളർത്തമ്മയെയും വളർത്തച്ഛനെയും, ജന്മം നൽകിയ അമ്മയെയും ജന്മം നൽകിയ അച്ഛനെയും കാൾ സ്നേഹിച്ച ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതവും ഒരു അയ്യപ്പസ്വാമിയുടെ ചരിതവും നമ്മുടെ മുന്നിൽ ഇന്നും നിലനിൽക്കുകയല്ലേ. സ്വന്തം അമ്മയല്ലെങ്കിലും വളർത്തിയ അമ്മ കൊട്ടാരം വൈദ്യനെ കൊണ്ട് അങ്ങനെ ഒരു വഞ്ചനയ്ക്ക് പാത്രീഭൂതനാക്കിയെങ്കിലും സന്തോഷത്തോടെ അതിനെ നേരിട്ട അയ്യപ്പസ്വാമി. അച്ഛൻ നേരെ മുന്നിൽ വന്ന് നിന്നാൽ എഴുന്നേൽക്കാൻ തയ്യാറായിരിക്കുന്ന അയ്യപ്പസ്വാമി. ഒരു ഗുരുവില്ലാതെ എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞ അയ്യപ്പസ്വാമി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയല്ലേ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അവിടെ നടക്കേണ്ടാത്തതൊക്കെ നടന്നതിനു ശേഷം ഈ കേരളത്തിൽ ഉണ്ടായ ചില കുറവുകൾ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കാശി, രാമേശ്വരം, പാണ്ഡിമലയാളം അടക്കിവാണിരിക്കുന്ന ശബരിമല, ധർമ്മശാസ്താവിൻ്റെ ചിന്തയ്ക്ക് വിപരീതമായി ചില കാര്യങ്ങൾ അവിടെ നടന്നതിന് ശേഷം ഈ കേരളം സ്വസ്ഥമായിട്ടില്ല എന്നത് പരമമായ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ശ്രീരാമചന്ദ്രൻ്റെ ചരിതം നോക്കൂ. കാട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ജ്യേഷ്ഠൻ അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഞാൻ എൻ്റെ ചേട്ടനെ രാജാവാക്കുമെന്ന് പറഞ്ഞ ലക്ഷ്മണൻ. ആ ലക്ഷ്മണനോട് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും മോർക്കനി ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. ആര് പറയും ഇങ്ങനെ ഒരു ചേട്ടൻ? ഇദ്ദേഹമാണോ ചേട്ടാ അച്ഛൻ? പണ്ടങ്ങാണ്ട് 3 സ്ത്രീകളെ ഭാര്യമാരാക്കി വെച്ചിട്ട് അതിൽ ഒരു സ്ത്രീയുടെ സത്യം പരിപാലിക്കാൻ എൻ്റെ പൊന്നു ചേട്ടനെ കാട്ടിൽ പറഞ്ഞയച്ചിട്ട് നാട്ടിൽ പോലും ഇല്ലാത്ത അമ്മാവനായ യുദ്ധാജിത്തിനെ കാണാൻ KK രാജ്യത്ത് പോയ ഭരതനെ ആളയച്ചു വിളിപ്പിച്ചു വരുത്തി രാജാവാക്കാൻ തീരുമാനിച്ച സ്ത്രീജിതനും മൂടനുമായ ഈ അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഞാൻ എൻ്റെ ചേട്ടനെ രാജാവാക്കുമെന്ന് ഇന്നത്തെ ഏതെങ്കിലും ഒരു അനിയൻ ലക്ഷ്മണനായിരുന്നു ഇന്നത്തെ ചേട്ടൻ രാമനോട് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു കാലയെ കെട്ടിയാൽ മതിയാണ്, മറ്റേ കാലയെ കെട്ടാൻ എനിക്കൊരു ചാൻസ് തരാൻ പറഞ്ഞിനി. അവിടെ ലക്ഷ്മണോപദേശം ഇന്നും നിലനിൽക്കുകയല്ലേ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. ചക്ഷുശ്രവണൻ പാമ്പ്, ഗളസ്തമാം തൊണ്ടയിൽ, ദർദുരം തവള. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ഓരോ നിമിഷം കഴിയുന്തോറും പാമ്പിൻ്റെ വയറ്റിനുള്ളിലേക്ക് പോവുകയാണെന്നറിയാതെ പാമ്പിൻ്റെ വായിലിരുന്നു കൊണ്ട് തവള അതിൻ്റെ മുന്നിൽ കൂടി പോകുന്ന ജീവജാലങ്ങളെ നാക്കു നീട്ടി പിടിക്കുന്നു. പാമ്പിന് അടുത്ത തവളയെ ഒരാഴ്ച കഴിഞ്ഞ് പിടിച്ചാൽ മതി. അതുവരെ തവള ഭക്ഷണം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. ഇതുപോലെ കാലമാകുന്ന പാമ്പിൻ്റെ വയറ്റിനുള്ളിലേക്ക് ആയുസ് കൂടുന്തോറും, പ്രായം കൂടുന്തോറും ആയുസ് കുറയുന്നു എന്നറിയാതെ ആയുസ് കൂടുന്നു എന്ന് ചിന്തിക്കുന്ന വിഡ്ഢിയല്ലേടാ മനുഷ്യൻ. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം നിനക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് കെട്ടിയിട്ട് നീ എന്നെ രാജാവാക്കില്ലല്ലോ. പക്ഷേ എടാ, അച്ഛൻ്റെ ആഗ്രഹം അറിഞ്ഞ് സാധിച്ചു കൊടുക്കുന്നവൻ ഉത്തമനായ മകൻ, പറയുമ്പോൾ ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞിട്ടും ചെയ്യാത്തവൻ അധമൻ. അവൻ നരകത്തിൽ പോയി ക്രിസ്മസിനും ഓണത്തിനുമൊക്കെ കേക്ക് മുറിച്ച് കഴിക്കുന്നത് പോലെ അവൻ്റെ മാംസം കഴിക്കണമെന്ന് ഉപദേശിക്കുന്ന ജ്യേഷ്ഠൻ്റെ ഉപദേശം കേട്ട് അച്ഛനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞെങ്കിൽ പൊറുക്കണം ചേട്ടാ, ഞാൻ കൂടെ വരികയാണെന്ന് പറഞ്ഞ ലക്ഷ്മണനെ ഇന്നത്തെ കുടുംബങ്ങളിൽ കാണാൻ കഴിയാത്തത് രാമനിൽ നിന്നകന്നതുകൊണ്ടല്ലേ എന്ന് ചിന്തിപ്പിക്കാനാണ്
അഖില ഭാരത ഭാഗവത സത്ര സമിതി ഓരോ വർഷത്തിലും ഇത് മുടങ്ങാതെ സംഘടിപ്പിക്കുന്നതെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. സീതാദേവിയുടെ അടുത്തേക്ക് യാത്ര ചോദിക്കാൻ ചെല്ലുന്ന ശ്രീരാമചന്ദ്രൻ, ദേവി ഞാൻ പോയിട്ട് വരാം. എവിടെ? അല്ല, അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ കാട്ടിലേക്ക് പോയിട്ട് വരാം. ഞാനില്ലാതെ പോവും, നീ വരണ്ട. കാട്ടിൽ ക്രൂരന്മാരായ രാക്ഷസന്മാരും മൃഗങ്ങളുമുണ്ട്, വരണ്ട. വേറെ ആരാന്നെങ്കിലും ഭർത്താവ് പറഞ്ഞത് കേട്ട് നിൽക്കാമെന്ന് ചിന്തിച്ചേനെ. നമ്മുടെ കുട്ടികൾ പഠിക്കണ്ടേ? അവർ ഏത് ബിരുദവും ബിരുദാനന്തര ബിരുദം നേടിയാലും ഒരു ബിഫോർ മാരിയേജ് കൗൺസിലിംഗ് പോലെ രാമായണം പഠിക്കണ്ടേ എന്ന് ഞങ്ങൾ ഭാഗവത യജ്ഞവേദികളിൽ ചോദിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഗ്രന്ഥങ്ങളിലും രാമനും കൃഷ്ണനും പരമശിവനും ഇല്ലാത്ത ഒരു പുരാണവുമില്ല എന്നും നമ്മൾ പഠിക്കണ്ടേ? ഭാഗവതത്തിലുമുണ്ട് ശ്രീരാമാവതാരം, ശിവപുരാണത്തിലുമുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ചരിതം. ആ ശ്രീരാമചന്ദ്രൻ ജപിച്ചുകൊണ്ടിരിക്കുന്ന മഹാദേവൻ്റെ സന്നിധി നമ്മൾ പഠിക്കണ്ടേ? ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? നമ്മൾ അയോധ്യയിൽ കൊട്ടാരത്തിൽ കഴിച്ച ഭക്ഷണമൊന്നും കാട്ടിൽ കിട്ടില്ല, വരണ്ട. പുഷ്പങ്ങളിൽ കൂടി നടന്നിട്ടുള്ള നിൻ്റെ കാലുകൾ മുള്ളുകൾ കൊണ്ട് മുറിയും, വരണ്ട. കൊട്ടാരത്തിലെ പട്ടുമെത്തയും തലയണയും കാട്ടിൽ വന്നാൽ കിട്ടില്ല, വരണ്ട. ഇങ്ങനെ വരാതിരിക്കാനുള്ള ന്യായങ്ങളൊക്കെ ഇന്നത്തെ ഏതെങ്കിലും ജാനകിയോടാണ് ഇന്നത്തെ രാമചന്ദ്രൻ പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് പറഞ്ഞതിനെ മറുപടി? എന്നാൽ പിന്നെ പോയിട്ട് വന്നാട്ടെ, ധൈര്യമായിട്ട് പോയിട്ട് വന്നാട്ടെ. ഭർത്താവ് പറഞ്ഞത് കേട്ട് ജീവിക്കുന്നതാണ് ഭാര്യയുടെ ധർമ്മം. അതുകൊണ്ട് ധൈര്യമായി പോയിട്ട് വന്നാട്ടെ. പിന്നെ ഭർത്താവ് പോകുമ്പോൾ ഒരു കാരണവശാലും അനിയനെ ഞാൻ രാജാവാക്കാതിരിക്കാൻ നോക്കാം. ഭർത്താവ് പോയാൽ പിന്നെ ഭാര്യ എന്നുള്ള നിലയിൽ രാജ്ഞിയാവാൻ പരിശ്രമിക്കാം. അങ്ങ് പോയിട്ട് വന്നാട്ടെ എന്ന് പറയാത്ത ജനകൻ്റെ മകൾ ജാനകിയാണ് സീതാദേവിയായി മാറിയതെന്ന് പഠിക്കാനാണ് അഖില ഭാരത ഭാഗവത സത്രം. എന്തിനാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളിത് മറുപടി പറഞ്ഞാൽ മതി. എന്താ ദേവി പറഞ്ഞ മറുപടി? നാദാ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഭക്ഷണം കിട്ടില്ലെന്നോ കാട്ടിൽ വന്നാൽ? വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടം, എനിക്ക് അമൃതോപമം. എൻ്റെ കാലും മുള്ളുകൾ കൊണ്ട് മുറിയുമെന്നോ? ഭർത്താവിനോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്ത കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടല്ലേ. ഓ, ലോകമാതാവ് മഹാവിഷ്ണുവിനോട് പറയുകയാണെന്ന് ആലോചിക്കണ്ടേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. വെറുതെയാണോ മഹാദേവൻ രാമ രാമ എന്ന് പറഞ്ഞതും രാമൻ എപ്പോഴും നമഃശിവായ എന്ന് പറഞ്ഞതൊന്നും ഇനി നമ്മളാണോ പഠിക്കേണ്ടത്? 55 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസായ നമ്മളാണോ പഠിക്കേണ്ടത്? 14നും 28നും ഇടയ്ക്കുള്ള യൗവനത്തിൽ ജീവിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇത് പഠിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിച്ചാൽ ജീവിതത്തിൽ തോറ്റുപോകുമെന്ന് അറിയിക്കാനാണ് അഖില ഭാരത ഭാഗവത സത്രം ഇതേപോലെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയണം. ഞങ്ങൾ മക്കളോട് പറയാറുണ്ട്, പരീക്ഷയിൽ തോറ്റാൽ കുഴപ്പമൊന്നുമില്ല, ഒരു വർഷം കൂടെ എഴുതിയാൽ മതി, വഴക്ക് പറയില്ല. പക്ഷേ നാമം ജപിക്കണം, പുരാണം വായിക്കണം, ക്ഷേത്രത്തിൽ പോകണം. നിങ്ങളെ നോക്കാൻ ഞങ്ങൾ എന്നും ഉണ്ടാവില്ല. നിങ്ങളെ നോക്കാനും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാനും ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കണം, 12 മിനിറ്റ് നാമം ജപിക്കണം. 1 മണിക്കൂറൊന്നും വേണ്ട, അരനാഴികയാണ് 12 മിനിറ്റ്. ഇന്ന് എല്ലാത്തിനും സമയമൊന്നുമില്ല കുട്ടികൾക്ക്. 12 മിനിറ്റ് നിങ്ങൾ പറയണം. ഭാഗവത സത്രസമിതിയുടെ ഒരു സന്ദേശമായി പറയണം. 12 മിനിറ്റ് രാവിലെ, 12 മിനിറ്റ് വൈകിട്ട്. 24 മണിക്കൂറിൽ 12 മണിക്കൂർ പകൽ, 12 മണിക്കൂർ രാത്രി. ഈ 12 മണിക്കൂർ 4 യാമമാണ്. ഒരു യാമം 3 മണിക്കൂറാണ്. 6 മുതൽ 9 വരെ ഒരു യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 വരെ 3-ാം യാമം, 3 മുതൽ 6 വരെ 4-ാം യാമം. രാത്രിയിൽ വീണ്ടും ആവർത്തിക്കുന്നു. 6, 9. അതിനാണ് ശിവരാത്രിക്ക് 9 മണിക്കൊരു യാമപൂജ, 12 മണിക്ക് രാത്രിക്ക് ഒരു യാമപൂജ, 3 മണിക്കൊരു യാമപൂജ, 6 മണിയാവുമ്പം നേരം വിളക്കുന്നു. ഏർലി ഗോ ടു ബെഡ് ആൻഡ് ഏർലി എവേക്ക്. സായിപ്പ് തീരുമാനിച്ചു. നമുക്കിപ്പോഴും
മടിയാണ്. നമ്മുടെ കുട്ടികൾ ഉറങ്ങാൻ പോകുന്നത് രാത്രി 1 മണിക്കും എഴുന്നേൽക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കുമായി. അവിടെ നമുക്കിന്നും ഒരു ഗാനം നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരും. 1/2 ഗ്രാം സ്വർണം സമ്മാനം തരുമെന്ന് പറഞ്ഞ് കുണ്ടറയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ഭാഗവത സപ്താഹം നടക്കുമ്പോൾ ഈ പാട്ട് ആരെ ഉണർത്തുന്നതാണ് എന്ന് ചോദിച്ചിട്ട് 70 കുട്ടികൾ പങ്കെടുത്ത മീറ്റിങ്ങിൽ ഒരാളും പറഞ്ഞില്ല. MS സുബ്ബലക്ഷ്മിയുടെ ഗാനം നമ്മളിങ്ങനെ കേൾക്കുകയാണ് വർഷങ്ങളായി. അത് രാവിലെ എങ്ങാനും വെച്ചാൽ അല്പം ഓളിയം കൂടെ ഉണ്ടെങ്കിൽ ഓളിയം കൂടി ഇന്ന് പരാതി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ആളാണ്. ബാക്കി ഏത് ഓളിയം കൂടിയാലും ഒരു പരാതിയുമില്ല. ശ്രീരാമചന്ദ്രനെ ഗുരുനാഥനായ വിശ്വാമിത്രൻ വിളിച്ചുണർത്തുന്ന മന്ത്രമാണ്. കൗസല്യയുടെ സുപ്രജയായ പൊന്നോമനയായ രാമ, കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യ പ്രവർത്തതേ. ഒന്നാമത്തെ സന്ധ്യ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം 3 സന്ധ്യയുണ്ട്. പ്രാതകാല സന്ധ്യ, മധ്യാഹ്നകാല സന്ധ്യ, സായംകാല സന്ധ്യ. പ്രാതകാല സന്ധ്യ 6 മണി, മധ്യാഹ്നകാല സന്ധ്യ 12:30, സായംകാല സന്ധ്യ 6:30. സായംകാല സന്ധ്യ ആ ദിവസത്തെ 3ാമത്തെ സന്ധ്യ ആയതുകൊണ്ടാണ് ത്രിസന്ധ്യ. സന്ധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം സന്ധിക്കുന്നത്. ആരൊക്കെ തമ്മിൽ? ഇരുട്ടും വെളിച്ചവും തമ്മിൽ. ഇപ്പോൾ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ നിലനിന്ന ഇരുട്ട് നാളെ രാവിലെ 6 മണിക്ക് പോകും. രാത്രി പോയി, ഇരുട്ട് പോയി, പകൽ വരുന്നു, വെളിച്ചം വരുന്നു. കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. കഠോപനിഷത്തിലെ മന്ത്രമാണ്. വിവേകാനന്ദ സ്വാമി അത് തട്ടി ഉണർത്തി ലോകം മുഴുവൻ 1888 തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു ലോകത്തോട്, ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യപ്രാപ്തി വരെ മുന്നേറുക. ഈശ്വരൻ സത്യമാണ്, വിഗ്രഹ ആരാധന സത്യമാണ്. അക്ഷരാഭ്യാസമില്ലാത്ത എൻ്റെ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണദേവൻ എന്നെ ഭദ്രകാളി അമ്മയെ കാണിച്ചു തന്നു. നിങ്ങളത് അവിശ്വസിക്കരുത്. വിഗ്രഹ ആരാധന ശാസ്ത്രമാണ്. ഉത്തിഷ്ഠ കമലാകാന്ത, ഉണരൂ കമലാകാന്ത. ചില പിള്ളേരെയൊക്കെ ഇപ്പോൾ അമ്മമാർ വിളിച്ചുണർത്തുന്നത് കേട്ടാൽ, ഇതിനകത്തിരിക്കുന്നവരാരുമല്ല, അവിടെ കമലാകാന്ത മഹാലക്ഷ്മിയുടെ ഭർത്താവേ എന്ന് 12ാമത്തെ വയസ്സിൽ വിളിച്ചുണർത്തുന്ന പ്രായത്തിൽ ആ ഗുരു വിളിച്ചത് കൊണ്ടാണ് 12 കൊല്ലം കഴിഞ്ഞപ്പം മഹാലക്ഷ്മി കൂടെ വന്നേ. ചില പിള്ളേർ വിളിച്ചുണർത്തുന്നേ യമധർമ്മൻ്റെ വാഹനം പോലെ കിടക്കുന്ന നോക്ക്. ഇവിടെ നിങ്ങളാരുമല്ല, ഇതിനകത്തൊക്കെ വരാത്തവരും വരാൻ കയറാൻ യോഗമില്ലാത്തവരും വിളിക്കുന്ന അങ്ങനെയാണ്. അവൻ നല്ല വാക്കാണ് രാവിലെ കേട്ടെ. എന്തു പറയുമ്പോഴും തഥാസ്തു ദേവിമാർ നിൽക്കുകയാണ്. ഈ നാക്കുകൊണ്ട് നല്ലതേ പറയാവൂ. നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കണം. ആർക്കും രാമൻ നായരോട് ഞാൻ നേരത്തെ പറഞ്ഞു, ശിവസംഹിത എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് 12 വർഷം ശ്രീ MS ഭുവനേന്ദ്രൻജി ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ പഠിച്ചാണ് തിരുവനന്തപുരത്ത് 51 അക്ഷര ദേവതകളെ ബാലഭദ്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. പൗർണമിക്കാവ് ക്ഷേത്രം എന്ന് പറയും. ലോകം മുഴുവൻ ഇന്നവിടെ വന്ന് നിൽക്കുകയാണ് പൗർണമിക്ക് തൊഴാൻ. കുട്ടികൾ വന്ന് അവരുടെ ആദ്യ അക്ഷരത്തിൻ്റെ, പേരിൻ്റെ ആദ്യ അക്ഷരത്തിൻ്റെ ദേവതയെ പ്രാർത്ഥിക്കണം. ശ്രീ നാരായണ ഗുരുദേവനാണ് ആ എന്ന അക്ഷരം 1905 തിരുവനന്തപുരത്ത് മുരുക്കുംപുഴയിൽ പ്രതിഷ്ഠിച്ചത്. ഹരിനാമ കീർത്തനം മലയാളത്തിൻ്റെ വേദമാണ്. ഹരിശ്രീ ഗണപതയെ നമ, ആ ആ ഇ ഈ ഓ ഓ ഇറോ ഇലോ എ എ ഐ ഓ ഓ ഔ അം ആ അക്ഷരമാല ക്രമത്തിലാണ് ഹരിനാമ കീർത്തനം. ആലോചിച്ച് നോക്കൂ. കൈക്ക കൈക്കാങ്ങ, ചൈച്ച ജൈച്ചഞ്ഞ, ടൈറ്റ ഡൈറ്റണ, തൈത്ത ദൈത്തന, പൈ ബൈ ബമ യാ രാ ലാ വാ ശ ഷ സ ഹ ള ഴ റ ക്ഷ. 51 അക്ഷരം. മള്ളിയൂർ തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന, ഇതൊക്കെ മലയാളത്തിൻ്റെ വേദഗ്രന്ഥങ്ങളാണ്. എഴുത്തച്ഛൻ എഴുതിയ ഹരിനാമകീർത്തനവും പൂന്താനം തിരുമേനി എഴുതിയ ജ്ഞാനപ്പാനയും LPSും UPSലും പഠിക്കുന്നത് പോലെ പഠിച്ചിട്ട് വേണം ഹൈസ്കൂളിൽ അഡ്മിഷന് ചെല്ലാൻ, ഭാഗവതം വായിക്കാൻ, രാമായണം വായിക്കാൻ.
ഒരു 41 പ്രാവശ്യം ഭാഗവതം ഒറ്റയ്ക്ക് സമ്പൂർണമായി വായിച്ചിട്ടേ സമൂഹത്തിലിരുന്ന് വായിക്കാവൂ. നെച്ചൂർ വെങ്കട്ടരാമൻ അദ്ദേഹത്തോട് മള്ളിയൂർ തിരുമേനി പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭാഗവതം ഒരേ ആവർത്തി വായിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരേ ആവർത്തി കേട്ടിട്ടുണ്ടോ? ഇനി അതിൻ്റെ എല്ലാം പരിഹാരത്തിനാണ് ഭാഗവതത്തിൻ്റെ തുടക്കം മുതൽ സമ്പൂർണം വരെ അഖില ഭാരത ഭാഗവത സത്രത്തിൽ സമ്പൂർണമായി വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഭാഗവതം എന്താണെന്ന് 12 ദിവസം കൊണ്ട് മനസ്സിലാക്കി പോകാം. വീട്ടിൽ ചെന്ന് പിന്നെ ഓരോ പേജ് നമ്മൾ വായിച്ചാൽ മതി. പൂർണ്ണമാകുമ്പോൾ പൂർണ്ണമാകട്ടെ. എത്രയോ തവണ സഹോദര മതങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരുപാടുള്ളത് കൊണ്ട് വായിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്തമാറ്റിക്സോ ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് BSc നേടൂ. ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളമോ സംസ്കൃതമോ ഏതെങ്കിലും എടുത്ത് BA നേടൂ. ഭാഗവതമോ രാമായണമോ ശിവപുരാണമോ ഏതെങ്കിലും ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിലൊരു മഞ്ഞപ്പട്ടിൽ ഭാഗവതവും ഒരു ചുവന്ന പട്ടിൽ ദേവീ ഭാഗവതവും ഒരു നീലപ്പട്ടിൽ ശിവപുരാണവും ഒരു വെള്ളപ്പട്ടിൽ രാമായണവും വാങ്ങിവെക്കൂ. ദൈവത്തെ ഓർത്ത് വാങ്ങിവെക്കൂ. എത്ര വർഷവും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നമ്മൾ ചെലവഴിക്കുന്നു. സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോം ഉണ്ടെങ്കിലും പുതിയത് വാങ്ങിച്ചു കൊടുക്കും, ഷൂ ഉണ്ടെങ്കിലും പുതിയത് വാങ്ങിച്ചു കൊടുക്കും, കൊടയുണ്ടെങ്കിലും പുതിയത് വാങ്ങിച്ചു കൊടുക്കും. നമ്മുടെ വീടുകളിൽ ഈ ഗ്രന്ഥം വേണ്ടേ? വേണം. അതിന് തീരുമാനമെടുക്കാൻ കൂടിയാണ് അഖില ഭാരത ഭാഗവത സത്രസമിതി ഓരോ വർഷവും ഓരോ ദേശത്ത് ഈ ചടങ്ങ് നടത്തുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നടത്താൻ നിങ്ങൾ അതിനെ അനുവദിച്ചാൽ മതി എന്ന് ഭാഗവത സത്രസമിതിക്ക് അപേക്ഷ തന്നിരിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട് രാമൻ നായർ സാറേ. എത്രയോ ക്ഷേത്രങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നടത്താം. ആളുകളെ അതിന് സംഘടിപ്പിക്കാം. നിങ്ങൾ വന്ന് അതിന് ഒരു ഓറിയൻറ്റേഷൻ കോഴ്സ് പോലെ നടത്തിയാൽ മതി. എന്താ കാരണം? നമ്മുടെ അടുത്ത തലമുറയോട് ബാധ്യതയുള്ളവർക്ക് ഇതൊക്കെ ആവശ്യമാണ്. നമ്മുടെ ഗ്രന്ഥങ്ങൾ വായിക്കണം, കൃത്യമായി ക്ഷേത്രത്തിൽ വരണം. ഒരു വഴിപാട് പെരുന്തട്ടയിലും ഗുരുവായൂരപ്പൻ്റെയും അടുത്തൊരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു ആയുർസൂക്ത പുഷ്പാഞ്ജലി, ഒരു നിവേദ്യം, ഒരു ഉടയാട, ഒരു ചന്ദനത്തിരി, ഒരു കർപ്പൂരം, ഒരു തുടമെണ്ണ, ഒരു പിടി പൂവ്, ഇതൊക്കെ സമർപ്പിക്കണം. അംഗീകാരവും അർഹതയും വേണമെങ്കിൽ നേടണമെങ്കിൽ പാടാണ്. മള്ളിയൂർ തിരുമേനി പറയും, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടുന്നത് മാത്രമേ നഷ്ടപ്പെടാതിരിക്കൂ. ഇന്നതിനൊന്നും നമുക്ക് ഈശ്വര സഹായം കൊണ്ട് കുറവില്ല. എങ്കിലും ഈ അമ്പലത്തിൽ വന്ന് പാടിനുള്ള വഴിപാടുകൾ പാടിനുള്ള വഴിയായി വഴിപാട് നടത്താൻ നമുക്കൊരു വിമുഖത. അതിനാണ് അഷ്ടമി രോഹിണി, ശ്രീരാമ നവമി, ധനുമാസത്തിലെ തിരുവാതിര, ഇതൊക്കെ നടത്തുന്നത് എന്തിനാണ്? ഇനി നമ്മുടെ പേരിൽ നമ്മൾ നടത്തണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമൃദ്ധിയും വേണ്ടേ? ഇപ്പോൾ ഇന്ന് ധനുമാസം ഇത്രാം തീയതി. ധനുമാസത്തിൽ നമ്മുടെ കുഞ്ഞ് എന്ന് ജനിച്ചു. തിഥി നോക്കണം ആദ്യം. ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ജപിക്കും തിഥി മണ്ഡല പൂജിതായേ നമ. നമുക്ക് നമ്മുടെ തിഥി അറിയില്ല. പിറന്ന നാളിനെ ഡേറ്റ് ഓഫ് ബർത്താക്കി മാറ്റി. പിറന്ന നാൾ ധനുമാസത്തിൽ ഇന്ന് മകം, ഇന്ന് തിഥി, ഇന്നത്തെ ദിവസം, ഇത്രയും നോക്കണ്ടേ? അഷ്ടമി രോഹിണി, രോഹിണിയേക്കാൾ പ്രാധാന്യം അഷ്ടമിക്കാണെന്ന് ഉറപ്പല്ലേ? ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രം പുണർദമാണ്. പക്ഷേ പറയുന്നത് ശ്രീരാമ പുണർദം എന്നല്ല, ശ്രീരാമ നവമി. നമുക്ക് നമ്മുടെ തിഥി അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ വായിക്കുമ്പോൾ ഒരു കുട്ടി ഞാൻ 250 കിലോ ലോഡുമായി സ്കൂളിൽ പോകാൻ യൂണിഫോം ഒക്കെ ധരിച്ച് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, പേര് ശ്രീജേഷ്, നക്ഷത്രം എന്താ? പൂയില്യം. ഞാൻ ചോദിച്ചു, അതേത് നക്ഷത്രമാണ്? പൂയില്യം. തിഥി അറിയില്ല. അപ്പം ദിവസം, ഡേ, തിങ്കളാഴ്ച ജനിച്ചോ ചൊവ്വാഴ്ച ജനിച്ചോ ബുധനാഴ്ച ജനിച്ചോ അറിയില്ല. നീ ഇന്ന് സ്കൂളിൽ പോകണ്ട മോനെ, ഇവിടെ ഒരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ തോക്കൊന്നുമില്ല. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ പറയും തിഥി പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി. ഇന്ന് പഞ്ചമിയാണ്. നാളെ ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, കറുത്തവാവ്, വീണ്ടും ആവർത്തിക്കുന്നു വെളുത്തവാവ്. 14, 14, 28 തിഥികളും പൗർണമിയും അമാവാസിയും ചേർത്ത് രണ്ടും കൂടെ ചേർത്ത് 30. ഭാഗവതത്തിൽ പറയും ഒരു മാസം 30 ദിവസം, 2 കറുത്ത പക്ഷം വെളുത്ത പക്ഷം, ശുക്ലപക്ഷം കൃഷ്ണപക്ഷം. അതിൽ നിങ്ങൾ ജനിച്ച തിഥി ഷഷ്ടിയാണെങ്കിൽ
നമ്മുടെ കുഞ്ഞ് ജനിച്ച തിഥി ഷഷ്ടിയാണെങ്കിൽ ഒരു മാസത്തിലെ വെളുത്തപക്ഷത്തിലെയും കറുത്തപക്ഷത്തിലെയും തിഥി ഷഷ്ടി വരുമ്പോൾ പെരുന്തട്ട മഹാദേവൻ്റെ ശ്രീകോവിലിൽ ആ കുഞ്ഞിൻ്റെ പേരും നക്ഷത്രവും തിഥിയും പറഞ്ഞ് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അടുത്ത പക്ഷത്തിൽ വരുമ്പോൾ ഒരായുർ സൂക്ത പുഷ്പാഞ്ജലി. അവൻ ഒരു കുറവും ഭാഗ്യത്തിലും ആയുസ്സിലും വരില്ല. ആ കുഞ്ഞ് ജനിച്ചത് ഇപ്പം നാളെ പൂര നക്ഷത്രത്തിലാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസം പെരുന്തട്ട മഹാദേവന് ഒരു നിവേദ്യം, ആ കുഞ്ഞിന് അന്നം മുട്ടില്ല. ആ കുഞ്ഞ് ജനിച്ചത് ഇപ്പം നാളെ ശനിയാഴ്ചയാണെങ്കിൽ മാസത്തിൽ 4 ശനിയാഴ്ചയുണ്ട്. ആദ്യത്തെ ശനി വരുമ്പോൾ ഒരു പിടി പൂവ്, രണ്ടാമത്തെ ശനി വരുമ്പോൾ ഒരു തുടമെണ്ണ, മൂന്നാമത്തെ ശനി വരുമ്പോൾ ഒരു ചന്ദനത്തിരി, നാലാമത്തെ ശനി വരുമ്പോൾ ഒരു കർപ്പൂരം. 4 ഡേ, 2 തിഥി, ഒരു നക്ഷത്രം. 4ഉം 2ഉം 6ഉം 1ഉം 7. ഒരു മാസത്തിൽ 7 ദിവസം പെരുന്തട്ടയിലെ മഹാദേവൻ്റെ, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നൊക്കെയാണോ വരുന്നത് ആ നാട്ടിലെ ദേശദേവൻ്റെ പാദത്തിൽ, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ, നമ്മുടെ കുലദേവതയുടെ ക്ഷേത്രത്തിൽ, അച്ഛൻ്റെ തറവാട് ക്ഷേത്രത്തിൽ, അമ്മയുടെ തറവാട് ക്ഷേത്രത്തിൽ, വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ, ദേശദേവാലയത്തിൽ സമർപ്പിച്ചാൽ ഓരോ 12 വർഷം കഴിയുന്തോറും ഈ കുഞ്ഞിന് ഐശ്വര്യവും അഭിവൃദ്ധിയും ആയുസ്സും സമ്പത്തും ശക്തിയും ഭക്തിയും ബുദ്ധിയും ഉണ്ടായിരിക്കും എന്ന് എഴുതി വെച്ച ഗ്രന്ഥം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതറിയിച്ചു കൊടുക്കാനാണ് അഖില ഭാരത ഭാഗവത സത്രസമിതി ഇങ്ങനെ ഒരു ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ പുണ്യമുള്ളവർക്കേ വന്നു ചേരാൻ സാധിക്കൂ. ബസ് സ്റ്റാൻഡിൽ ആർക്കും പോയി നിൽക്കാം. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചുകൂടി നിയന്ത്രണമുണ്ട്. റോഡിൽ നിൽക്കുന്നതിന് അത്രയും നിയമമില്ല. എങ്കിലും നിൽക്കേണ്ടതുപോലെ അല്ല നിൽക്കുന്നതെങ്കിൽ യൂണിഫോം ഇട്ട പോലീസുകാരൻ വാഹനത്തിൽ വരുമ്പോൾ ഓടും. എയറോഡ്രോമിൽ എല്ലാവർക്കും കയറാൻ സാധിക്കില്ല. അഖില ഭാരത ഭാഗവത സത്രസമിതിയുടെ ഈ വേദി എയറോഡ്രോമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ അഷ്ടദിക്പാലകന്മാരും സപ്തമാതാക്കളും നിശ്ചയിച്ചവർക്കും മാത്രമേ ഇതിനകത്തെ എൻട്രി പാസ് ഉള്ളൂ. കലിയുഗത്തിൽ അത് പ്രായേണ കൂടുതലാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നിശ്ചയമായും ആ കുഞ്ഞിൻ്റെ ജനനം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് 1ാമത്തെ പിറന്നാൾ മുതൽ നടത്തി നോക്കൂ എന്ന് ആചാര്യന്മാർ നിർദ്ദേശിക്കുകയാണ്. എൻ്റെ പാദത്തിൽ ഒരു മാസത്തിൽ 7 ദിവസം പേരും നക്ഷത്രവും തിഥിയും പറഞ്ഞു വന്നു വീഴുന്ന പൂക്കൾക്ക് ഫലം ഞാൻ കൊടുക്കാതെ രക്ഷകർത്താക്കളോ നാട്ടുകാരോ അല്ല കൊടുക്കുന്നതെന്ന് എഴുതി വെച്ച ഒരു സംഹിത, ഒരു വിശ്വാസ പ്രമാണം നമ്മുടെ നാട്ടിലുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമുക്കാരും പറഞ്ഞു തന്നില്ല. പള്ളിയിൽ യൂണിഫോം ഇട്ടയാൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, മോസ്കിൽ അത് പഠിച്ച് യൂണിഫോം ഇട്ട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ക്ഷേത്രത്തിൽ നമുക്ക് പറഞ്ഞു തരാനാരും ഉണ്ടാകാഞ്ഞതിൻ്റെ കുറവുകൾ പരിഹരിക്കാനാണ് അഖില ഭാരത ഭാഗവത സത്രസമിതി ഈ ചടങ്ങ് നടത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു വയസ്സിൽ ചെയ്തു തുടങ്ങിയാൽ ഓരോ 12 വർഷവും അതിൻ്റെ ഫലമറിയാം. ഒരു വയസ്സിൽ ചെയ്തു 12 വയസ്സ് ഫലം അനുഭവിച്ചിരിക്കും. 12ഉം 12ഉം 24, 24ഉം 12ഉം 36, 36ഉം 12ഉം 48, 48ഉം 12ഉം 60 വയസ്സാകുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടേ നമ്മളെ വന്ന സ്ഥാനത്തേക്ക് തിരികെ വിളിക്കൂ എന്ന് ചിന്തിക്കണം. അധികാരവും സമ്പത്തും സൗന്ദര്യവും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് പോയാൽ ഞാൻ ധന്യനാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയാൽ നിങ്ങൾ ധന്യരാണ്. സംഘാടകർ അത് സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ പോയാൽ ധന്യതയാണ്. പൂന്താനം തിരുമേനിയും എഴുത്തച്ഛനും ഒക്കെ അത് പറഞ്ഞിട്ടില്ലേ? 10 ദിവസം കിടന്ന് നോക്ക്, അപ്പോൾ അറിയാം. ബോധം കെട്ട് ഇപ്പം ഞാനൊന്ന് വീഴട്ടെ, നിങ്ങൾ നിശ്ചയിക്കും ഇയാളുടെ വീട്ടിലെ നമ്പരും കൂടെ വേണമായിരുന്നു, മൊബൈൽ ഫോൺ മാത്രം പോരായിരുന്നു. എൻ്റെ ഈ പെരുന്തട്ട മഹാദേവൻ സത്യം കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. 3 ടയർ AC ആണ്. 4 മണിക്ക് തിരുവനന്തപുരത്ത് ചെല്ലുന്ന ട്രെയിനാണ്. 3 മണി മുതൽ ഒരു ബോഗിയിൽ 56 പ്രാവശ്യം ഫോൺ അടിക്കുന്നു. ശല്യം കൊണ്ട് അടുത്ത കമ്പാർട്ട്മെൻറ്റിലെ ഒരാൾ വന്ന് ഇയാളെ തട്ടി ഇതെന്തൊരു ശല്യമാണെന്ന് പറയുന്നു. അയാൾ അനങ്ങാതെ കിടക്കുകയാണ്. പോയി കഴക്കൂട്ടത്ത് വന്നപ്പോൾ
അവിടെ നിർത്തി. ഈ ബോഡി ആയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൽ ഇത് കൊണ്ടുപോകരുതെന്നൊരു നിയമമാണ്. അവിടെ നിർത്തി ഈ ബോഡി ഇറക്കി. അച്ഛൻ എവിടെയായെന്ന് ചോദിച്ചുകൊണ്ട് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് മകനാണ് വിളിച്ചതല്ല, ആ വിളിച്ച നമ്പറിൽ തിരിച്ചു വിളിച്ച് അയാളെ ജഡമാണ് എത്തിക്കുന്നത്. ഒന്ന് ബോധം കെട്ട് വീണ് ആശുപത്രിയിൽ കൊണ്ടുചെന്നാൽ ഞാൻ ഇന്ന ആളായിരുന്നു, ഞാൻ ഇന്ന ഉദ്യോഗസ്ഥനായിരുന്നു, ഞാൻ ഇന്ന ബിരുദാനന്തര ബിരുദം നേടിയ ആളായിരുന്നു, വല്ല രക്ഷയുണ്ടോ? ശിവൻ അകത്തിരിക്കുമ്പം ശിവൻ ഇറങ്ങി ഇതിനകത്തൊന്ന് പോയി കഴിയുമ്പം ശവം. ഉടയോൾ ഇരിക്കുന്നത് കൊണ്ട് ഉടയോൾ പോയി കഴിയുമ്പോൾ ജഡം, പിന്നെ മാംസപിണ്ഡം നാറും. മുചുകുന്ദൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ കൊണ്ട് കുഴിച്ചു വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ പുഴുക്കളും അന്തർവാഹിനിയിൽ വന്നിത് തിന്നേച്ചു പോകും. റോഡിൽ കൊണ്ടുവച്ചാൽ ഈ ശരീരം പട്ടി തിന്ന് പട്ടിയുടെ കാഷ്ടമായി നാളെ മാറും. തീയിൽ കൊണ്ടുവച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഒരു പിടി ചാരമാകും. മലയുടെ മുകളിൽ കൊണ്ടുവച്ചാൽ കാക്കകൾ കൊത്തിപ്പറിക്കും. മനുഷ്യ 90 വർഷം ജീവിച്ചിരുന്ന് 900 പറ അരിയുടെ ചോറുമുണ്ട്, 90 പ്രാവശ്യം കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്കും നിറച്ച് ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത കർമ്മവും ചെയ്തു പോകുന്ന മനുഷ്യരല്ലേ ഭഗവാനെ ഞങ്ങൾ? ഒറ്റ വരം മതി ഭഗവാനെ. മുചുകുന്ദൻ പറയുകയാണ്, അവിടുത്തെ പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി. പിന്നെ സമൂഹത്തോട് പെരുമാറുമ്പോൾ ഒരു ഭയഭക്തി ബഹുമാനം എനിക്ക് തരണം. നല്ല ആളുകളുമായി മാത്രമേ എന്നെ ഇരുത്താവൂ. സത്സംഗവും നാമജപവും എനിക്ക് തന്നാൽ മതി എന്ന മുചുകുന്ദ മോക്ഷം ഭാഗവതത്തിൽ വായിക്കണ്ട പ്രിയപ്പെട്ടവരെ. ഒരു പ്രാവശ്യം ചെവികളിലൂടെ കേട്ടവർക്കൊരു അഹന്ത വരുമോ? ഇല്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മുന്നിൽ ഭഗവാൻ മഞ്ഞപ്പട്ടുമുടുത്ത് പ്രത്യക്ഷപ്പെട്ട് എന്തു വേണം വരം ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അഹന്ത വരാതിരിക്കാൻ ഒരു വരം തന്നാൽ മതി എന്ന് പറഞ്ഞത്. ആത്മോപദേശ ശതകം പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങൾക്ക് വരല്ലേ. നമ്മുടെ അമ്മയ്ക്ക് നെഞ്ചിനകത്ത് വേദന വന്നു, ആശുപത്രിയിൽ കൊണ്ടുവന്നു, കാർഡിയോളജിസ്റ്റിനെ കണ്ടു. നമ്മളെ അകത്ത് കയറ്റുമോ? ഇല്ല. എൻ്റെ അമ്മയാണ് എന്നെ അകത്ത് കയറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയും, നിൻ്റെ അമ്മ വീട്ടിൽ, നിൻ്റെ അമ്മ ഇപ്പോൾ എൻ്റെ പേഷ്യൻ്റാണ്. ഒരു ബോർഡ് കണ്ടോ? കണ്ടു. എന്താണ്? ICU. എന്താ അർത്ഥം? ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അല്ല. അതിൻ്റെ താഴെ ഒരു ബോർഡ് കണ്ടോ? കണ്ടു. എന്താണ്? അന്യർക്ക് പ്രവേശനമില്ല. നീ മോനാണോ? ആണ്. പ്രവേശനമുണ്ടോ? ഇല്ല. മാറുന്നില്ല. നെഞ്ചിനകത്ത് തന്നെ വന്നപ്പോൾ ഇതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ? ഇല്ല. ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചതല്ലേ? അതെ. എന്ത് പറയാൻ നോക്കും? ഒന്നും പറയാൻ നോക്കില്ല. ഒരാഴ്ച കഴിയുമ്പോൾ പറയാം, എടാ അതനുസരിക്കുന്ന മനുഷ്യ, നീ എന്തിനാണ് സർവേശ്വരൻ്റെ മുന്നിൽ നിൻ്റെ അഹന്ത കാണിക്കുന്നത്? ഭാഗ്യമുണ്ടെങ്കിൽ നാളെ കാണാം. ഞാൻ ഈ പറയുന്ന വാചകം പൂർത്തീകരിക്കുമെന്ന് ഉറപ്പില്ല. നിങ്ങൾ രാത്രിയിൽ വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പില്ല. എന്നാൽ അതിനിടയിലുള്ള അല്പസമയം സന്തോഷത്തോടെ, വിനയത്തോടെ, എളിമയോടെ, സ്നേഹത്തോടെ സംസാരിക്കാൻ സാധിക്കില്ലേ? ബാക്കിയെല്ലാം രണ്ടില്ലേ? 2 കാലുകൾ, 2 കൈകൾ, 2 കണ്ണുകൾ, 2 ചെവികൾ, മൂക്കൊന്നേ ഉള്ളെങ്കിലും 2 ദ്വാരങ്ങൾ, കിഡ്നി 2, ശ്വാസകോശം 2, ആമാശയം 4, നാക്കു മാത്രം. നിങ്ങൾ വല്ലതും പറ. നാക്കു മാത്രം 1. നന്നായി. അതുകൂടെ 2 ആവാഞ്ഞ്. 1 വയ്യ. ഭക്ഷണത്തിൻ്റെ സ്വാദറിയാനും വേണ്ടാത്തതെല്ലാം പറയാനും ഇത് ഉപയോഗിക്കുന്നു പ്രിയപ്പെട്ടവരെ. വാഴയ്ക്ക് കൂമ്പ് വരുന്നത് പോലെ സമ്പാദ്യവാക്യത്തിൽ നമ്മളോട് പറയുകയാണ്, ഈ നാക്ക് വരുന്നത് ഏതു മാസം, ചെവിക്ക് ഹോൾ ഇടുന്നത് ഏതു മാസം, കണ്ണിൽ കൃഷ്ണമണി വരുന്നത് ഏതു മാസം, ഈ മാംസപിണ്ഡമായി ഇരുന്നത് വിരിഞ്ഞു വരുന്നതെപ്പോൾ, 5ആയി വിടരുന്നതെപ്പോൾ, മൂക്കിന് ദ്വാരം ഡ്രില്ല് ചെയ്യുന്നതെപ്പോൾ, മസ്തിഷ്കത്തിൽ ആ ഈശ്വരീയ സങ്കല്പം ചിന്തിച്ചു തുടങ്ങുന്നതെപ്പോൾ, കൈക്ക് നഖം വരുന്നതെപ്പോൾ, ഇതെല്ലാം രാമായണത്തിലെ ആധുനിക ഗൈനക്കോളജി വരുന്നതിന് മുൻപേ എഴുതി വെച്ചത്. ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളവൻ ധിക്കാരിയായി ജീവിക്കില്ല. നമ്മുടെ അമ്മ അറിയുന്നില്ല ആണാണോ പെണ്ണാണോ, കയ്യിൽ 4 വിരൽ കാണല്ലേ ഈശ്വര, 6 വിരലും ആവല്ലേ, കുറവും വരല്ലേ കൂടുതലും വരല്ലേ, മൂക്കിരിക്കുന്ന സ്ഥാനത്ത് വായ വരില്ലേ, കണ്ടാൽ തന്നെ പേടിച്ച് നഴ്സന്മാരും ഓടും, ഡോക്ടറും ഓടും. ഇതൊക്കെ കൃത്യമായി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ശക്തിയില്ലെന്ന് പറയുന്ന മനുഷ്യ, നിനക്കത് ഉണ്ടെന്നറിയിക്കാനാണടാ കേശാദിപാദം തൊഴുന്നേൻ. കേശം മുതൽ പാദത്തിലെ നഖം വരെ നല്ലത് ചിന്തിച്ച് നിൻ്റെ അകത്ത് നീ കണ്ടിട്ടില്ലാത്ത അസ്ഥിയും മജ്ജയും ശുക്ലവും മാംസവും
ചിന്തിക്കുന്നതിലൂടെ നല്ല കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് പഠിപ്പിച്ച സംസ്കാരത്തിൻ്റെ ഗാഥ പാടാനാണ് ഓരോ സ്ഥലങ്ങളിൽ അഖില ഭാരത ഭാഗവത സത്ര സമിതി ഈ ചടങ്ങ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ട് ആക്ഷേപങ്ങളും സഹിച്ച് കഷ്ടപ്പാടുകളും സഹിച്ച് ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ ഇപ്പം ഇരിക്കുന്ന ഇതിനകത്ത് നിങ്ങൾ സാധിച്ചാൽ നാളെ ഇതിൻ്റെ ഇരട്ടി ആളുകൾ വന്നു ചേരും. ഇത് ഒരു ആരാമമാണ്. ഇവിടെ പൂമ്പാറ്റകൾ മാത്രമേ, വണ്ട് മാത്രമേ വന്നിരിക്കൂ, ഈച്ചകൾ വന്നിരിക്കില്ല. ഈച്ച കാണുന്ന മലിന വസ്തുക്കളിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും. വണ്ട് തെണ്ടിയാലും ഈച്ച ഇരിക്കുന്ന സ്ഥാനത്തിരിക്കില്ല. വണ്ട് കഴിക്കുന്നത് ഈച്ച കഴിക്കും, ഈച്ച കഴിക്കുന്നതെല്ലാം വണ്ട് തൊടുക പോലുമില്ല. കത്ത് സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം ഒരു തത്തയെ കൊണ്ടെങ്കിലും കൊത്തിക്കണം നമുക്ക്. കാക്ക എല്ലാം കൊത്തും, തത്ത കൊത്തില്ല. വിശന്ന് പറന്ന് ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറക്കുന്ന ഒരു വണ്ട് കാണുന്ന മലിന വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കില്ല. അത് ചത്തു വീണാലും തേനെ കുടിക്കൂ. ഈച്ച കുടിക്കുന്ന പഴിപ്പും ചലവും ഒന്നും കുടിക്കില്ല. നമ്മുടെ മനസ്സെന്ന് പറയുന്ന അവയവം ശരീരത്തിലില്ല പ്രിയപ്പെട്ടവർ. ബാക്കിയെല്ലാം ക്ലീൻ ചെയ്യാം, ദാനം ചെയ്യാം, മാറ്റിവെക്കാം. അതിനാണ് പിള്ളേർ പണ്ട് പറയുന്നത്, അമ്മ പറഞ്ഞത് ചെയ്യാൻ ഇപ്പം എനിക്ക് മനസ്സില്ല. എങ്കിലും വൈദ്യശാസ്ത്രം പറയുന്നു, എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ട്. നിനക്ക് കാണാൻ സാധിക്കില്ല. ഹൗ യു തിങ്ക് സോ യു ഫാം. നീ എന്ത് ചിന്തിക്കുന്നോ നീ അതായി മാറും. നല്ലത് ചിന്തിക്കാൻ നമുക്ക് വർഷത്തിലൊരു 12 ദിവസം വേണ്ടേ? നല്ലത് ചിന്തിക്കാൻ ദിവസം 12 മണിക്കൂർ കണ്ടെത്താത്ത മനുഷ്യൻ, ബാക്കി എല്ലാത്തിനും സമയം ചെലവഴിക്കുന്ന മനുഷ്യൻ, വർഷത്തിലൊരു 12 ദിവസം മാറ്റിവെച്ച ഈ ചിന്തകൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇവിടെ വരാൻ സമയമില്ലാത്ത, സ്കൂൾ അടച്ചാലും ഒരുപാട് പ്രോജക്റ്റുകളും എക്സ്പെരിമെൻറ്റുകളും ചെയ്തു തീർക്കേണ്ട അടുത്ത തലമുറയിലെ കുട്ടികൾക്കാണെന്ന് ചിന്തിക്കാനുള്ള സൗകര്യമൊരുക്കാനായിരിക്കണം ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ. ഇതിന് ചെലവഴിക്കുന്ന ഒരു നയാ പൈസയും നഷ്ടമാവില്ല പ്രിയപ്പെട്ടവർ. ഒരു വർഷത്തെ ശമ്പളം 7 വർഷം കഴിഞ്ഞ് സൗദിയിൽ നിന്ന് തിരിച്ചു വന്ന എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു സുഹൃത്ത് എൻ്റെ നാട്ടിലെ പള്ളിയിൽ കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു വർഷത്തെ ശമ്പളം, 7 വർഷം ജോലി ചെയ്ത് മടങ്ങി വന്ന ആളാണ്. ഒരു പള്ളി പണിയുന്നതിന് ഒരു മാസത്തെ ശമ്പളം 124 വീടുകളിൽ നിന്ന് കൊടുത്തപ്പോൾ അധികം വന്നു. സത്രസമിതിയുടെ പ്രചാരത്തിനോ ഗുരുവായൂരിലെയോ പെരുന്തട്ടയിലോ ഒരു ഉത്സവത്തിനോ നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് ഒരു പണം ചോദിച്ചാൽ, കള്ളം പറയല്ലേ മക്കളെ എന്ന് പറയുന്ന അച്ഛൻ തന്നെ പറയും, പിരിവുകാർ വരുന്നടാ, അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേരേ, അച്ഛനല്ലേ പറഞ്ഞേ കള്ളം പറയരുതെന്ന്. ചിലപ്പോഴൊക്കെ പറയാമടാ. ആ കുട്ടിയെ അമ്പലത്തിലേക്ക് വരുമ്പോൾ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയും പറയില്ലേ, അമ്മേ അച്ഛ നിങ്ങളിവിടെ ഇല്ലെന്ന് ഞങ്ങൾ പറയാൻ പോവാണ്, നിശബ്ദമായിരുന്നോളൂ എന്ന് പറയില്ലേ? നമ്മൾ ചെയ്യുന്നതല്ലേ നമുക്ക് തിരിച്ചു കിട്ടൂ. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിയ ഉത്തരമെല്ലാം ശരിയായിരുന്നു, പക്ഷേ രജിസ്റ്റർ നമ്പർ എഴുതാൻ മറന്നുപോയെങ്കിൽ നമ്മൾ ജയിക്കില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ ഒരു പ്രേരണ നൽകാനാണ് അഖില ഭാരത ഭാഗവത സത്രം നടത്തിയ ഈ ചടങ്ങ്. മഹാഗുരുക്കന്മാരുടെയും സർവേശ്വരന്മാരുടെയും സർവേശ്വരിമാരുടെയും അനുഗ്രഹം കൊണ്ട് 41ാമത്തെ വർഷം എത്തി നിൽക്കുന്നതെന്നൊരു അഭിമാനം നമുക്കുണ്ടായാൽ തന്നെ ഈശ്വരൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തോളും. അതിനൊരു പ്രേരക ശക്തിയായി വേണ്ടേ നമുക്ക് എന്തെങ്കിലും? 3 മണിക്കൂർ രാവിലെ ഉള്ളതിൽ 12 മിനിറ്റ് നാമം ജപിക്കണം. വൈകിട്ട് 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു 12 മിനിറ്റ് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ഹ്രീം നമ ശിവായ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ, വാണി നാരായണ, വിദ്യേ നാരായണ, കാളി നാരായണ, രാമ 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 പാഹിമാം, രാമപാദം ചരണേ മുകുന്ദ രാമ പാഹിമാം. മതി. നാരായണ എന്ന 4 അക്ഷരമല്ലേ പ്രഹ്ലാദൻ അറിയാമായിരുന്നുള്ളൂ. 2ാമതൊരു നാമമോ 5ാമതൊരു അക്ഷരമോ അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് തൊഴുതുകൊണ്ട് ശക്തനായ അച്ഛനെ വലിച്ചു കയറി ദൂരെ കളഞ്ഞ് ആ രക്തത്തിൽ നിന്നുണ്ടായ മകൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് തൊഴുതുകൊണ്ട് ചോദിച്ചില്ലേ, എന്തു വരം തവ വേണ്ടത് ചൊൽക നീ, സന്തോഷമോട് തരുന്നതുമുണ്ടു ഞാൻ. ബ്രഹ്മദേവനെ പറ്റിച്ച നിൻ്റെ അച്ഛൻ തന്നവൻ്റെ നാമം ജപിക്കരുതെന്നല്ലേടാ പറഞ്ഞത്? അവനെ വലിച്ചു കീറി ഞാൻ ദൂരെ കളഞ്ഞത് നീ ഓർത്തോളൂ. നീ എന്തിനാ പേടിക്കുന്നത്? ഞാനാണ്ടാ നാരായണൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
മലയൂരിൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുമേനി എന്നോട് ചോദിച്ചു, തൊഴുത് എന്തിനാണ് ആ കുട്ടി നിന്നത്? 2 പ്രാവശ്യം എന്തിനാണ് തൊഴുതു എന്ന് എഴുതിയതെന്ന് ചിന്തിച്ചോ? ഞാൻ പറഞ്ഞ തിരുമേനി പറഞ്ഞപ്പോഴാണ് 2 പ്രാവശ്യം ഉണ്ടെന്ന് അറിഞ്ഞത്. തിരുമേനി 8 വരി കൂടി കഴിയുമ്പോൾ ഒരു വാക്ക് രണ്ടാമത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ഓടിപ്പോയി നോക്കി, ഭാഗവതം മറിച്ച് 2007 നോക്കിയപ്പോൾ ശരിയാണ്. പ്രഹ്ലാദൻ തൊഴുത പാദത്തിൽ വീണപ്പോൾ നരസിംഹമൂർത്തിയായ മഹാവിഷ്ണു നാരായണൻ പുണർന്ന് അവനെ അനുഗ്രഹിച്ചു. ഞാൻ നോക്കിയപ്പം മള്ളിയൂർ തിരുമേനിയുടെ കണ്ണിൽ നിന്ന് കുടുകുടാ ഒഴുകുന്നതാണ് കണ്ടത്. ദൈവത്തിനാണ്, ഈ മഹാദേവനാണ്, ഗുരുവായൂരപ്പനാണ്, സത്യമാണ്. അവർ ഈശ്വരനെ കണ്ടു. പൂന്താനം തിരുമേനി കണ്ടതുപോലെ, കുറൂരമ്മ കണ്ടതുപോലെ, മേൽപ്പത്തൂർ കണ്ടതുപോലെ, വില്യമംഗലം കണ്ടതുപോലെ കലിയുഗത്തിലും പൂന്താനമായി ജീവിച്ച മഹാത്മാക്കളാണ് ഇതേപോലെയുള്ള ചടങ്ങുകൾ തുടങ്ങി ഈ ഈശ്വര സംസ്കാരം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചതെങ്കിൽ ഇത് 101 വർഷം പിന്നിടുമ്പോഴും നമ്മളാരുമില്ലെങ്കിലും നമ്മുടെ അടുത്ത തലമുറ അഖില ഭാരത ഭാഗവത സത്രം 101 എഴുതി വെക്കുന്നിടത്തുണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമ്മൾ ജീവിച്ചതിൻ്റെ ഒരു അടയാളമായി ഇത് മാറേണ്ടതെന്ന് ചിന്തിക്കണം. രാമ എന്ന 2 അക്ഷരമല്ലാതെ ശബരിക്കും ഹനുമാൻ സ്വാമിക്കും മൂന്നാമതൊരു അക്ഷരമോ രണ്ടാമതൊരു നാമമോ അറിയില്ലായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ. അവർ ഭഗവാനെ കണ്ടില്ലേ? നാരദൻ പറഞ്ഞുകൊടുത്ത, നേരത്തെ മിഥുനപ്പള്ളി തിരുമേനി പറഞ്ഞതുപോലെ, നാരദൻ ധ്രുവന് പറഞ്ഞുകൊടുത്ത ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരം ജപിച്ചുകൊണ്ടതൊരു തപസ് പോലെ നിഷ്ഠയോടെ ആചരിച്ച ആ കുഞ്ഞിൻ്റെ മുന്നിൽ വന്ന് ഭഗവാൻ നിന്നില്ലേ? 2 കുഞ്ഞുങ്ങളെ 2 ദിവസം അനുഗ്രഹിച്ചിട്ടല്ലേ 3-ാമത്തെ ദിവസം കുഞ്ഞായി സാക്ഷാൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാനായി വരുന്നത്? 1-ാം ദിവസം ധ്രുവനെയും 2-ാം ദിവസം പ്രഹ്ലാദനെയും അനുഗ്രഹിച്ചിട്ട് 3-ാം ദിവസം സ്വന്തം അമ്മാവൻ്റെ മനസ്സാകുന്ന തടവറയിൽ പിറന്നു വീണ ഭഗവാനെ അരനാഴിക പോലും കാണാതെ പ്രസവിച്ച ദേവകി അമ്മ പറയുന്നു, ഈ കുഞ്ഞിനെ അങ്ങ് രക്ഷിക്കണേ, അങ്ങ് വളർത്തി എവിടെയെങ്കിലും കൊണ്ടെത്തിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ദേവീ ഭാഗവതത്തിൽ പറയുന്നു, യശോദാമ്മ പണ്ടേ പറഞ്ഞിരുന്നു, നിൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് തരാം. ആ ഭഗവാന്റെയും ഭഗവതിയുടെയും വെച്ചുമാറ്റം അറിയാതെ കിടന്നുറങ്ങിയ കംസന്മാരുടെ കാലത്താണ് നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും പേര് പറഞ്ഞ് നമ്മുടെ ധർമ്മത്തെ അപമാനിക്കുന്ന ഒരു കാലത്താണ് കഷ്ടപ്പെട്ടും അപവാദം സഹിച്ചും ഭാരതീയ സത്രസമിതി ഈ സത്രം നടത്തുന്നതെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. എന്നും ഭഗവാനെ വിളിച്ചവരും ആ നിലയിൽ അവരെ വിശ്വസിച്ച് ജീവിച്ചവരും വളരെ കുറവായിരുന്നു, അന്നും ഇന്നും എന്നും. പിന്നെ കലിയുഗത്തിൻ്റെ കാര്യം പറയാനുണ്ടോ എന്ന് ചിന്തിക്കണം. ആ ഈശ്വരധർമ്മം നമുക്കും സാധകമാക്കാൻ രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ ഇടവേളയില്ലാതെ ഒരു അഖണ്ഡനാമം പോലെ പാരായണവും നാമജപവും പ്രഭാഷണവും നാരായണീയവും, എന്നാൽ അതിനിടയിൽ അന്നവും ഒക്കെ ഉള്ളതുപോലെ കഴിച്ച് നമ്മൾ സന്തോഷമായി സമൃദ്ധമായി അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഈശ്വരവിശ്വാസികളാണ്, കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഞങ്ങളെ ഭദ്രകാളി അമ്മയായും മഹാലക്ഷ്മിയായും സരസ്വതീ ദേവിയായും ദുർഗയായും എല്ലാം അനുഗ്രഹിക്കുന്നത് ആ ഭഗവതിയാണ്. ആ ഭഗവതി ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം പകരണം. അമ്മ ദേഷ്യപ്പെടുമ്പോൾ ഭദ്രകാളി എന്നായിരുന്നു പണ്ട് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ അല്പം താമസിച്ചാൽ നാക്കൊക്കെ കടിച്ച് കറിക്കരിയുന്ന കത്തിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അമ്മ എന്താ അമ്മേ ഭദ്രകാളിയായത്? അല്പം കഴിയുമ്പോൾ അതേ കൈകൾ കൊണ്ട് അമ്മ ഭക്ഷണം ഉരുട്ടി വായിൽ വെച്ച് തരുമ്പോൾ അമ്മ അന്നപൂർണേശ്വരിയാണ്, അല്ലേ? സ്കൂളിൽ പോകാൻ വണ്ടിക്കൂലി തരുമ്പോൾ അമ്മ മഹാലക്ഷ്മിയാണ്. വൈകിട്ട് ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുമ്പോൾ അമ്മ സരസ്വതിയാണ്. രാത്രിയിൽ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കൂടെ കിടത്തി ഉറക്കുമ്പോൾ അമ്മ ദുർഗയാണ്. അങ്ങനെ പെരുന്തട്ടയിലും ഗുരുവായൂരിലും അല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ദേവിയില്ലാത്ത ക്ഷേത്രമില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ സമ്പന്നതയുടെ, ആയുസ്സിൻ്റെ, ആരോഗ്യത്തിൻ്റെ, വിദ്യയുടെ, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, ബോധത്തിൻ്റെ, വിവേകത്തിൻ്റെ തലത്തിലേക്ക് സാധാരണക്കാരായ നമ്മളെ എത്തിക്കാനാണ് അഖില ഭാരത ഭാഗവത സത്ര സമിതി ഈ കലികാലത്തും ഇങ്ങനെയൊരു ചടങ്ങൊക്കെ നടത്തുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു അഭിമാനം നാളെ മുതലുള്ള 11 ദിവസം ഡിസംബർ 31 വരെ നിങ്ങൾ ഒരാളിനെ കൂടി അറിയിച്ച് വരുന്നയാൾ ഒരു വഴിപാട് കഴിച്ച് സത്രസമിതിക്ക് 1 രൂപയായാലും 1 കോടി രൂപയായാലും എൻ്റെ കുലത്തെ സമൃദ്ധമായി നയിക്കാനുള്ള ഒരു സമർപ്പണമെന്ന നിലയിൽ സമർപ്പിച്ച് മുന്നോട്ട് നമ്മൾ പോകണം. ഓരോ വർഷവും അത് നടക്കുമ്പോൾ അവിടെ എത്തി
ഒരു പ്രാർത്ഥന പോലെ, ശബരിമല പോകുന്നത് പോലെ, പളനിയിൽ പോകുന്നത് പോലെ, മഹാക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം പോകുന്നത് പോലെ അഖില ഭാരത ഭാഗവത സത്രസമിതി എവിടെയാണ് ഈ വർഷത്തെ സത്രം നടത്തുന്നതെന്ന് ചിന്തിച്ച് അവിടെ പോയി 1 മണിക്കൂറെങ്കിലും ഇരുന്നാൽ അതിൻ്റെ ഫലം നമുക്കുണ്ടെന്ന് തെളിയിച്ച ഒരു മഹാസഭയാണ് ഇതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒരു പ്രഭാഷകനായോ ഒരു ഭാഗവത പ്രഭാഷകനായോ ഒന്നുമല്ല ഞാൻ ഈ സത്രത്തിൽ പങ്കെടുക്കുന്ന കാലം മുതൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് നന്മ പകരുന്ന ഗുരുപരമ്പര തുടങ്ങി വെച്ച ഒരു ചടങ്ങ് ഇപ്പോഴും അനവരതം അനിസ്യൂതം അവിരാമം അഭംഗുരം നടക്കുന്നല്ലോ. അതിൽ അണ്ണാറക്കണ്ണനും തന്നാലായത്. വലിയ മഹാരഥന്മാരൊക്കെ വലിയ പർവ്വതങ്ങളും പാറകഷ്ണങ്ങളും ഒക്കെ ഉരുട്ടി സേതുബന്ധനത്തിൽ അവരുടെ സമർപ്പണം നടത്തിയപ്പോൾ ഒരണ്ണാൻ കടലിൽ ചെന്ന് മുങ്ങി തീരത്ത് വന്ന് കിടന്ന് ഉരുണ്ട് തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച മണൽത്തരികൾ കൊണ്ടിട്ടപ്പോൾ ഭഗവാൻ ആ അണ്ണാനെ എടുത്ത് കണ്ണുനീരോടെ നീയും എന്നെ സഹായിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ കൈകളിലെ വിരലിൽ കിടന്ന മോതിരത്തിൻ്റെ 3 വിരലുകൾ, ആ 3 വിരലുകളുടെ പാടാണ് അണ്ണാറക്കണ്ണൻ്റെ പുറത്തുണ്ടായ 3 വരകളെന്നത് നമ്മൾ ജനിച്ച കാലം മുതൽ കേൾക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. ഇനി ഏതെങ്കിലും ഒരാൾക്കത് ശ്രീരാമചന്ദ്രൻ തലോടിയ വിരലുകളുടെ പാടല്ല എന്ന് അഭിപ്രായമുണ്ടെങ്കിൽ ഡിസംബർ 31 മുൻപ് അദ്ദേഹം ഇവിടെ വന്നാൽ അതാണെന്ന് തെളിയിച്ചിട്ടേ ഇവിടുന്ന് വിടൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചില വിശ്വാസ പ്രമാണങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ ഈ മണ്ണിൻ്റെ ഗന്ധമാണ്. അയ്യപ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശബരിമലയിൽ വർഷങ്ങളോളം മുതിർന്ന നല്ല ആളുകളോടൊപ്പം ഇരുന്ന് ഏർക്കുന്നൻ രാമൻ നായർ സാറൊക്കെ അനുഭവിച്ചതുപോലെ അപ്പുച്ചേട്ടനൊക്കെ അദ്ദേഹത്തിൻ്റെ തുറവൂർ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എത്രയോ സമയവും സൗകര്യവും സമ്പത്തുമൊക്കെ ചെലവഴിച്ചതുപോലെ നാരായണ സ്വാമിയൊക്കെ ഒരു തപസ് പോലെ ഇതിനെ കണ്ട് ഇതുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരെയും എനിക്കറിയാം. അവരെല്ലാം അവരുടെ സമയവും സൗകര്യവും സമ്പത്തുമൊക്കെ ചെലവഴിക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ വന്ന് സുഖമായി ഇരുന്ന കാതുകളിലൂടെ അത് കേൾക്കാനും, നേരത്തെ മിഥുനപ്പള്ളിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ഒരു നിമിഷം കൊണ്ട് കേൾവി നഷ്ടപ്പെടാം, ഒരു നിമിഷം കൊണ്ട് ഈ നാവ് ചലിക്കാതിരിക്കാം, ഒരു നിമിഷം കൊണ്ട് കണ്ണ് കാണാതെ ആവാം, ഒരു നിമിഷം കൊണ്ട് ബോധം കെട്ട് മറിഞ്ഞു വീഴാം. കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. 3 വർഷം നമ്മളെ അമ്പലത്തിൽ കയറ്റിയില്ല, ഇങ്ങോട്ട് കയറണ്ട എന്ന് ദേവീദേവന്മാരെല്ലാം കൂടെ തീരുമാനിച്ചു. ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായ എല്ലാം ചെയ്ത് നടക്കേണ്ടതൊന്നും നടത്താതെ കലാപരിപാടികളും മോണോ ആക്റ്റും മിമിക്രിയും ബ്രേക്ക് ഡാൻസും ഒക്കെ നടത്തി ഇതുപോലെയുള്ള ചടങ്ങുകൾ നടത്താതെ ചെയ്തതിൻ്റെ ഫലം 3 വർഷം ഒരു ഭാരവാഹിയും ഒരു നാട്ടുകാരനും ഇതിനകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. 50 പേര് കൂടിയാൽ ഏതാണ്ട് കൊലപാതകം നടത്തിയതുപോലെ അറസ്റ്റ് ചെയ്യാൻ പുറത്താളുകൾ നിൽക്കുന്നു. തീർത്ഥത്തിന് കൈ നീട്ടിയാൽ സാനിറ്റൈസർ, ഒരമ്മ അതങ്ങ് കുടിച്ചു, അറിയില്ലായിരുന്നു അവർക്ക്. ഇപ്പം നമ്മളെ പരോളിൽ വിട്ടിരിക്കുകയാണ്. ഇനിയും പഴയ പോലെ ആയാൽ ഭൂമിയെടുത്ത് മറിച്ച് കളയും. ഒരു നിമിഷം കൊണ്ട് വയനാട് ജില്ല ഒന്നുമില്ലാതായില്ലേ? 4/3 ഭാഗം കടലാണ്, ഒരു ചെറിയ തരി മാത്രമാണ് ഈ ഭൂമി. എന്ത് സംഭവിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ ബുദ്ധിമുട്ടുന്നു, അവർ പരാജയപ്പെടുന്നു. ഈശ്വരനെ വിളിക്കുകയല്ലാതെ മാർഗമില്ല എന്ന് ലോകമറിയപ്പെടുന്ന സയൻറ്റിസ്റ്റുകൾ പോലും പറയുന്നു. നമ്മുടെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ എല്ലാ മാസവും കുടുംബസഹിതം തൊഴാൻ വരുന്നയാളാണ് നമ്മുടെ അഭിമാനമായ ISROയുടെ ചെയർമാൻ ശ്രീ സോമനാഥ് സാർ. അദ്ദേഹം ഈയിടെ പറഞ്ഞതാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ നമ്മൾ ആരും ഒന്നുമല്ല. അവിടെ ഇരുന്ന 41 കുട്ടികൾ യൂണിഫോം ധരിച്ച് സൗന്ദര്യ ലഹരിയും ലളിതാസഹസ്രനാമവും ജപിച്ചപ്പോൾ അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് സാറേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെന്തിനാണ് എടുക്കുന്നത്, ഞാൻ അവരുടെ കൂടെ ഇരിക്കാം. അദ്ദേഹം നാമം ജപിക്കുന്നയാളാണ്, ക്ഷേത്രത്തിൽ പോകുന്നയാളാണ്. അല്പം മുമ്പ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യം രാമനാരീശ്വരമായിട്ട് പറഞ്ഞിരുന്നു. ഈശ്വരവിശ്വാസിയാണ്. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ പോലും ഈശ്വരവിശ്വാസികളാകുന്ന ഒരു കാലത്ത് ഹിന്ദുക്കൾ 90% നിരീശ്വരവാദികളാകാതെ, യുക്തിവാദികളാകാതെ, നിങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി വോട്ട് ചെയ്തോളൂ, ഏത് ജാതിയായിക്കോളൂ, ഏത് മതമായിക്കോളൂ, അതൊക്കെ ഭക്ഷണം കഴിക്കുന്ന പോലെയും വേഷവിധാനങ്ങൾ പോലെയും ഉള്ളൂ. വിശക്കുമ്പോൾ ഒരാൾ ചപ്പാത്തി കഴിക്കും, ഒരാൾ ദോശ കഴിക്കും, ഒരാൾ ഇഡ്ഡലി കഴിക്കും. ഒരു മേശപ്പുറത്തിരുന്ന് ഇത് 3ഉം കഴിക്കുന്നത് പോലെ, ഇഷ്ടപ്പെട്ട വേഷവിധാനം അവർ സ്വീകരിക്കുന്നത് പോലെ, ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ പറന്ന് സർവേശ്വരനും സർവേശ്വരിയും സത്യമാണെന്നും വിഗ്രഹ ആരാധന ശാസ്ത്രീയമാണെന്നും ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം വെച്ച് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്നെ പൂജിച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഉദ്ധവരോട്. മഹാദേവൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ അത് മഹാദേവനാണെന്നും അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഗണപതി ഭഗവാനും മഹാവിഷ്ണുവും സുബ്രഹ്മണ്യസ്വാമിയും ദേവിയുമാണ് അകത്തിരിക്കുന്നതെന്നും വിശേഷേണ ഗ്രഹിക്കണ്ടേ. ഗുരുവായൂരിൽ നിന്ന് രാത്രി ട്രെയിൻ കയറി കായംകുളത്തിന് 7 കിലോമീറ്റർ കിഴക്കുള്ള ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമായ പള്ളിക്കൽ എന്ന ഗ്രാമത്തിൽ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ 4 സ്ത്രീകൾ എന്നെ നോക്കിയിരിക്കുകയാണ്. നിങ്ങളുടെയും ആദ്യമിരിക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ വിശേഷേണ ഞാൻ ഗ്രഹിക്കും, അതെൻ്റെ അമ്മ. രണ്ടാമതിരിക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ വിശേഷേണ ഞാൻ ഗ്രഹിക്കും, അതെൻ്റെ ഭാര്യ. ഭാര്യയുടെ അതേ പ്രായമുള്ള സ്ത്രീ ഭാര്യയോട് ചേർന്ന് എൻ്റെ ബെഡ്റൂമിൽ ഇരിക്കുന്നത് കാണുമ്പോൾ വിശേഷേണ ഞാൻ ഗ്രഹിക്കും, അതെൻ്റെ സഹ ഉദരി. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വയറ്റിൽ എന്നെപ്പോലെ കിടന്നവൾ. സഹ ഉദരി സഹോദരി, ഒരേ വയറ്റിൽ കിടന്നവൾ. സഹ ഉദരൻ സഹോദരൻ, ഒരേ വയറ്റിൽ കിടന്നവൻ. ആ സഹോദരിയോടൊപ്പം 18 വയസ്സുള്ള പ്രായപൂർത്തിയായ സുന്ദരിയായ പെൺകുട്ടി എന്നെ കാത്ത് എൻ്റെ ബെഡ്റൂമിൽ അർദ്ധരാത്രി 12 മണിക്കിരിക്കുമ്പോൾ ഞാൻ വിശേഷേണ ഗ്രഹിക്കും, അതെൻ്റെ മകൾ. 4 സ്ത്രീകളാണെന്ന് കരുതി എനിക്ക് തോന്നിയതുപോലെ ഗ്രഹിക്കാൻ ഭാരതീയ സംസ്കാരം അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അമ്മയും സ്ത്രീയായ മകളും സ്ത്രീയായ ഭാര്യയും സ്ത്രീയായ സഹോദരിയും ഒരേപോലെ ബെഡ്റൂമിലിരിക്കുമ്പോൾ സ്ത്രീ എന്ന സങ്കല്പത്തിൽ എല്ലാവരും ഒരാളാണെങ്കിലും നീ അവരുടെ 4 പേരാണെന്നുള്ള ബന്ധം, അമ്മയുടെ മകൻ, ഭാര്യയുടെ ഭർത്താവ്, സഹോദരിയുടെ സഹോദരൻ, മകളുടെ അച്ഛൻ എന്ന് വിശേഷേണ നീ മസ്തിഷ്കത്തിൽ ഗ്രഹിക്കണമെങ്കിൽ വിശേഷേണ ഗ്രഹിക്കുന്നത് വിഗ്രഹം. ഇത് നീ കറ്റാനം പോപ്പേഴ്സ് ഹൈസ്കൂളിലും കായംകുളം MSN കോളേജിലും പഠിച്ചപ്പോൾ ഒരധ്യാപകനും ഒരു പ്രൊഫസറും പള്ളിക്കൽ സുനിലിനെ പഠിപ്പിച്ചില്ല. അതും നീ പഠിക്കുന്നത് ക്ഷേത്രങ്ങളിലൂടെയാണെന്ന് പഠിപ്പിച്ച സംസ്കാരം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനാണ് അഖില ഭാരത ഭാഗവത സത്രസമിതി ഈ മഹത്തായ യജ്ഞം നടത്തുന്നതെന്നുള്ള അഭിമാനം നമ്മളെ വളർത്തണം, പുലർത്തണം, ചിന്തിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അതിന് ചെലവഴിക്കുന്ന സമയങ്ങളും അതിന് ചെലവഴിക്കുന്ന സമ്പത്തും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സമയവും നിശ്ചയമായും നമ്മുടെ 7 തലമുറയ്ക്ക് കുടുംബത്തിൽ ബാലമരണം അകപ്പെടാതെ, വൈധവ്യ ദുഃഖം വനിതമാർക്ക് വരാതെ, ഭാര്യാവിയോഗം പുരുഷന്മാർക്ക് വരാതെ മക്കളെ അമ്മയും അച്ഛനും അനുഗ്രഹിക്കുന്ന വണ്ണം അനുഗ്രഹിക്കാനാണ് ഈ ഭാഗവത സത്രം നടത്തുന്നതെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതിൽ നമ്മളും നിങ്ങളുമില്ല. ആനപ്പുറത്തിരിക്കുമ്പോഴുള്ള വലിപ്പം ആനയുടെ വലിപ്പമാണ്. ഇവിടെ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ നമ്മളെല്ലാം ഒരേപോലെയാണ്. കാറ്റടിക്കുമ്പോൾ ഇല പറക്കുന്നത് കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ്, ഇലയുടെ കഴിവ് കൊണ്ടല്ല. കാറ്റ് ഇലയോട് ചോദിച്ചു, നിനക്ക് പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കണോ കുഴി വീഴണോ? ഇല പറഞ്ഞു 5 മിനിറ്റ് ആലോചിക്കാൻ തരാമോ? കാറ്റ് പറഞ്ഞു 10 മിനിറ്റ് ആലോചിച്ചോളൂ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാറ്റ് ചോദിച്ചു, ഇലേ എന്തോ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കണോ കുഴി വീഴണോ? രണ്ടും വേണ്ട, പിന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്ന എല്ലാം കൊണ്ടുപോയാൽ മതി. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഇപ്പം കൊണ്ടുപോകുന്ന പോലെ അങ്ങ് കൊണ്ടുപോകണം. ഈ കണ്ണുകളിലൂടെ കാണണ്ടാത്തതൊന്നും കാണിക്കരുത്, ഈ ചെവികളിലൂടെ കേൾക്കണ്ടാത്തതൊന്നും കേൾപ്പിക്കരുത്, ഈ നാവ് കൊണ്ട് അരുതാത്തതൊന്നും പറയിക്കരുത്. ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന 12 ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും മഹാഗുരുക്കന്മാരുടെ സാന്നിധ്യമുള്ള, മഹാഗുരു പരമ്പരയുടെ ശരീരമില്ലാത്ത സാന്നിധ്യവും പ്രാർത്ഥനയുമുള്ള, ഇത് നടക്കണമെന്ന് ആഗ്രഹിച്ച ആഞ്ഞം തിരുമേനിയുടെയും മള്ളിയൂർ തിരുമേനിയുടെയും മാടശ്ശേരി തിരുമേനിയുടെയും ഗുരുവായൂരപ്പദ സ്വാമികളുടെയും ഒക്കെ സങ്കല്പം ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഓരോ വർഷവും ഇത് അനവരതം, അനുസ്യൂതം, അവിരാമം, അഭംഗുരം വളർന്ന് പടർന്ന് പന്തലിച്ച് താരും തളിരും ചൂടി നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ ഭാഗവത സത്രം പ്രയോജനപ്പെടുത്തണമേ എന്ന് 1-ാം ദിവസം മഹാദേവൻ്റെ തിരുമുറ്റത്ത് ഗുരുവായൂരപ്പൻ്റെ ചാരത്ത് 6 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള 1-ാം യാമത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച്, നാളെ 1-ാം യാമത്തിൽ 6 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് നമുക്ക് ഒത്തുചേരാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരക്ഷര പൂജയായി ഭാഗവത സത്രസമിതിയിലെ ഒരംഗമെന്ന നിലയിൽ ഈശ്വരീയ ധർമ്മത്തിൽ ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച മള്ളിയൂർ തിരുമേനിയുടെ നാവ് കൊണ്ട് ഈ സത്രം ഓരോ വർഷവും മംഗളകരമായി നടക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മഹാത്മാവിൻ്റെ ചിന്തയെ അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ എന്ന നിലയിൽ ഞങ്ങളും അതിനോട് സഹകരിക്കുന്നതാണെന്ന് മാത്രം ചിന്തിച്ച് അതിൻ്റെയൊക്കെ ഐശ്വര്യമേ നമുക്കുണ്ടാവൂ എന്ന അഭിമാനത്തോടെ ഓർക്കാൻ
ഈ ഭാഗവത സത്രത്തിൻ്റെ 1-ാം ദിവസം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നുള്ളൂ. നാളെ നിങ്ങൾ ഒരാളിനെ കൂടി വിളിച്ചുകൊണ്ട് വരികയും സ്കൂൾ അടച്ചതുകൊണ്ട് കുട്ടികളെ പരമാവധി സംഘടിപ്പിക്കുവാനുള്ള മഹോന്നതമായ ഒരു ചിന്തയും തീരുമാനവും നിങ്ങളെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്രത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ വർഷം 2024 എന്ന വർഷം പൂർത്തീകരിച്ച് സത്രം പൂർത്തീകരിക്കുന്ന ദിവസം പ്രാർത്ഥനകളോടെ ഗുരുവായൂരപ്പനെയും പെരുന്തട്ട മഹാദേവനെയും പ്രാർത്ഥിച്ച് 2025 ജനുവരി 1-ാം തീയതി അവരവരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് മംഗളകരമായി യാത്രയാകാൻ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് ഭംഗിയായി പൂർത്തീകരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടങ്ങുന്നത് ആർക്കും തുടങ്ങാം. പൂർത്തീകരിക്കണമെങ്കിൽ സർവേശ്വരൻ്റെ കൃപയും സർവേശ്വരിയുടെ ദയയും കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാവിലെ മുതൽ ഞാനും രാമൻ നായർ സാറും ഓരോരുത്തരുടെയും സമയം നോക്കി കൃത്യമായി ആർക്കും ഒരു കുറവും വരാതെ നമ്മൾ ക്ഷണിച്ചവരെല്ലാം ഇന്ന് വന്നെത്തി. 5 മണിക്ക് ഗുരുവായൂർ മണിസ്വാമിയുടെ നാമജപത്തോടെ ഭാഗവത പാരായണത്തോടെ ശ്രീ പുരുഷോത്തമ വാര്യരും ഞങ്ങളുമെല്ലാം കൂടി ഇരുന്ന് ഞങ്ങളാൽ അറിയുന്ന നിലയിലൊക്കെ മൂലം ഭാഗവതവും വായിച്ച് ഞങ്ങൾ ഈ പാട്ടാണ് പൂർണ്ണമായി വായിക്കുന്നത്. മലയൂരിലും വീട്ടിലുമൊക്കെ ഇരുന്ന് ഓരോ അധ്യായം വായിക്കുമെന്നേ ഉള്ളൂ. അതും വായിച്ച് എല്ലാവരും കൃത്യമായി ആ സമയത്ത് വന്ന് ഭംഗിയായി അവരുടെ സമയം വിനിയോഗിച്ച് അതൊരു വലിയ കാര്യമായിട്ടാണ് തോന്നിയത്. എല്ലാവരും അതിൽ പങ്കെടുക്കുകയും 2 നാരായണീയ സമിതിക്കാർ, ഒന്ന് പെരുന്തട്ടയിലെ നാരായണീയ സമിതിയും 40-ാം സത്രം തിരുവല്ലയിൽ നടന്നപ്പോൾ ഉണ്ടായിരുന്ന സഹോദരിമാരും വന്ന് ഭഗവാനെ സർവേശ്വര, ഗുരുവായൂരപ്പ, പെരുന്തട്ട മഹാദേവ, ഇതൊക്കെ തുടങ്ങിയ കാലത്തെ ഗുരുപരമ്പരകളെ ഞങ്ങൾക്ക് ഇതുപോലെ ആക്കിത്തരണേ അടുത്ത 11 ദിവസവും എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് 12-ാം ദിവസം വൈകിട്ട് ഈ 12 ദിവസം എങ്ങനെയാണോ ഞങ്ങളെ കാത്തരുളിയത് അതേപോലെ ആയിരിക്കണേ 2025 എന്ന 12 മാസവും. ഈ 12 ദിവസം ഞങ്ങൾ അതാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചിന്തിക്കാൻ നമുക്കെല്ലാം ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിദേശത്തൊക്കെ ഉള്ളവരെ നിങ്ങൾ അറിയിച്ച് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെയൊക്കെ അറിയിച്ച് സത്രം നടക്കുന്നു. നിങ്ങളുടെ സമയവും സൗകര്യവും സമ്പത്തും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ 8 പേരുണ്ടെങ്കിൽ ആ 8 പേരുടെയും പേരിൽ ഒരു പുഷ്പാഞ്ജലിയെങ്കിലും നടത്തി ഒരു സമർപ്പണമായി സത്രത്തിൽ പങ്കാളികളാകണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ അടുത്ത 11 ദിവസം വിനിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര മണിയായി സാറേ? 9 മണിയായി. 9 മണി വരെയാണ് നമ്മുടെ പ്രഭാഷണം. 2-ാം യാമം തുടങ്ങുന്ന സമയത്ത് അന്നദാനം ഉള്ളത് കഴിച്ച് മഹാദേവൻ്റെ മുന്നിൽ ചെന്നൊന്ന് തൊട്ടു തൊഴുത് നാളെ രാവിലെ ഇവിടെ വരാൻ അനുവാദവും അവസരവും അനുഗ്രഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. 3 വാക്കും മറക്കരുത്. അനുവാദം, അവസരം, അനുഗ്രഹം നൽകണം. നാളെ മുതൽ വന്ന സമയം, സൗകര്യം, സമ്പത്ത്, സന്മനസ് സമർപ്പിക്കണം. അപ്പോൾ ദുരിത ദുഃഖ ദാരിദ്ര്യങ്ങളിൽ നിന്ന് ഭഗവാനും ഭഗവതിയും നമ്മുടെ കുടുംബത്തെ അല്ല നമ്മുടെ കുലത്തെ രക്ഷിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും കാണാനുള്ള മഹാഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എന്നെ ഇത്രയും പറയാൻ ശക്തനാക്കിയ, അനുഗ്രഹം നൽകിയ ഭാഗവത ഹംസം 90 വയസ്സിനുള്ളിൽ 2500 ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തി തൊട്ടപ്പുറത്ത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ഭാഗവതം വായിച്ച് ആഞ്ഞം തിരുമേനി നൽകിയ ഓസ്കാറാണ് ഭാഗവത ഹംസം എന്ന മഹത്തായ ബിരുദാനന്തര ബിരുദം. ആ മഹാഗുരുവിൻ്റെയും ഭാഗവത സത്രം തുടങ്ങിയ ആഞ്ഞം തിരുമേനിയുടെയും മാടശ്ശേരി തിരുമേനിയും ഗുരുവായൂരപ്പ സ്വാമികളുടെയും ഒക്കെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അവരെയൊക്കെ ഈ യജ്ഞത്തെ നയിക്കട്ടെ, അവരൊക്കെ നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്